യേശുവേ പ്രവാർജനി റഗലഗടഗർധുനാജക പ്രവാർധനി ബിനി ഗടഗൽഗനാസി റമനഗടഗർധനാദി വാർധനംബരക്ഷം ധിമനജനി ദാനജഗടി വർദ്ധാനഗടകർ തൽവക്കട്ടാനി വർറക്കഷം മലാംജപാം പ്രബോർധനം ദീപക്ഷമ പ്രവാൽധനം പട്ടാരഘടകം ശമപ്രവേർധനി ശിഖലഘടകർ ശാർദേനി ജലകം റിമനജാര ഘടകർത്ഥനാദി രമനജഗ രഗജാരി ഘടകർത്ഥനാദി ഗർഭോനിമ റൽബന ശമർത്ഥനാദി റിമൽക്കനം പ്രവാചകം വിമാനിയം പ്രവാചകം ഉടിമനഗജനമന മൗടിമ പ്രവാർത്ഥന റബലഗടി ഗാർജേനി ബലവൈഡ പ്രവാർത്ഥനി അന്ധകാര മണ്ഡലങ്ങൾ കേൾക്കെ അതരം തുറന്ന് അന്യഭാഷകളിൽ സംസാരിച്ച് പൈശാചിക മണ്ഡലങ്ങൾ തിരിച്ചറിയത്തക്കവണ്ണം അഭിഷേകത്തിന്റെ അധികാരത്തിൽ ജനാജനം പ്രവാചനം ശബാരജം പ്രവാചകം പ്രവർത്താനി പ്രവർത്താനി ശലജനര കഥലര 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 ശിബിരി ബികിടി ബികഥലബ കഥലബ കഥലബനിയ റികഥല കഥല കഥല കഥലാനിയ. The power against the powers, the power against the powers, the power against the powers, the power against the powers. Liga laga 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 la. Liga da 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 da. Liga da 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 da. Oh, the power against the powers, the power against the powers, ദൈവത്തിന്റെ ശക്തി, the power against the powers, the power against the powers, the power against the powers, the power against the powers. ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുന്ന ദൈവിക ബലം നിന്നിൽ വ്യാപരിക്കുന്നു. ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുന്ന ദൈവിക ബലം നിന്നിൽ വ്യാപരിക്കുന്നു. Rejoice in the power of God. രാജാവ് നിന്റെ ബലത്തിൽ ആനന്ദിക്കുന്നു. Rejoice in the strength of God. ജീവൻ റിഖലമറന സാർഥേരിയ സൽഗതലഗതലഗതലറിയ ദിബിലഗതലമറൗസിയന കാൽതേനിയ റിഖൽകന പ്രവാസിയ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം. അത് മലയാളത്തിൽ അധികാരവും ശക്തിയും എന്നാണ് പറയുന്നത്, അധികാരവും ബലവും എന്നാണ് പറയുന്നത്. എന്നാൽ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ലൂക്കോസ് 10:19 അവിടെ ഇങ്ങനെയാണ് ആ വാക്യത്തിന്റെ ബ്രീഫ് നോട്ട് ഇങ്ങനെയാണ്: പവർ അഗെയിൻസ്റ്റ് ഓൾ ദ പവേഴ്സ്. കർത്താവ് പറയുകയാണ്, ഐ ഗീവ് അൺടു യു പവർ. ഒരു ശക്തി ദൈവം അവിടെ റിലീസ് ചെയ്യുകയാണ്. ആമേൻ. ടു സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഓൾ ദ പവർ ഓഫ് ദ എനിമി. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദ പവർ അഗെയിൻസ്റ്റ് ദ പവേഴ്സ്, ദ പവർ അഗെയിൻസ്റ്റ് ഓൾ ദ പവേഴ്സ്. ഒരൊറ്റ ശക്തി സകല ശക്തികളെയും കീഴ്പ്പെടുത്തുവാൻ, ഒരൊറ്റ ശക്തി സകല ശക്തികളെയും കീഴ്പ്പെടുത്തുവാൻ, ഒരൊറ്റ ശക്തി പാമ്പുകൾ കൊന്ന് തേളുകൾ കൊന്നല്ല. Oh, against all the powers, the one unique power, the power of Holy Ghost, the power of Kingdom of God. ഇന്ന് രാത്രി നിന്റെ മേൽ അത് ഇറങ്ങുന്നു.
Labana Catalara Bahardania Rabala Gadaida Pravardana Hadalaga Radia Regalaga Gadabauda Pravardana Rabala Haida Gadaga Galaga de Pravani Raltonia Pravahasara Regalaga Tenajara Prautania Regala Baudi Pravasia Pravania Rakatara Katara Katara Katara. Jesus. ഒരു ദൈവ പൈതൽ ദൈവ സാന്നിധ്യത്തിൽ വരുമ്പോൾ അവൻ രണ്ട് കാര്യങ്ങളെ രുചിച്ചിട്ടാണ് പോകുന്നത്. അവൻ രണ്ട് കാര്യങ്ങളെ ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ നല്ല വചനത്തെ അവൻ രുചിക്കുകയാണ്. രണ്ട്, ദൈവത്തിൻ്റെ ശക്തി അവൻ രുചിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി എന്നല്ല, പൗലോസ് അതിന് വേറെ ഒരു വാക്കാണ് പറയുന്നത്. ആമേൻ. എബ്രായ ലേഖനത്തിന്റെ പ്രാരംഭ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ. എബ്രായർ 6:5, ടേസ്റ്റ് ദ ഗുഡ് വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ടേസ്റ്റ് ദ പവേഴ്സ് ഓഫ് ദ വേൾഡ് ടു കം. ആമേൻ. ഞാൻ മുൻപേ പറഞ്ഞല്ലോ, പവർ അഗെയിൻസ്റ്റ് പവേഴ്സ്. ആമേൻ. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അന്ധകാര ശക്തികൾക്ക് ആകമാനമെതിരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പവർ അഗെയിൻസ്റ്റ് ദ പവേഴ്സ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നത് പവർ അഗെയിൻസ്റ്റ് ദ പവേഴ്സ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ taste the powers of the world to come. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഒരു ദൈവ പൈതൽ ദൈവ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ അവൻ ദൈവത്തിന്റെ വചനം ടേസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ അതിനപ്പുറം പറയുന്നത് the powers of the world to come. ആമേൻ. എബ്രായർ 6:5, the powers of the world to come. ആമേൻ. വരുവാനുള്ള ലോകത്തിന്റെ സകല ശക്തികൾ. അപ്പോൾ വരുവാനുള്ള ലോകത്തിന്റെ ശക്തികൾ എന്ന് പറഞ്ഞാൽ എന്താ? നിത്യരാജ്യത്തെ, സ്വർഗീയ രാജ്യത്തിന്റെ ശക്തികൾ. ആ ശക്തിക്കകത്ത് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ശക്തിയുണ്ട്, ദൈവത്തിന്റെ ദൂതന്മാരുടെ ശക്തിയുണ്ട്, ദൈവത്തിന്റെ സൈന്യത്തിന്റെ ശക്തിയുണ്ട്. ആമേൻ. ഓൾ ദ പവേഴ്സ്. ആമേൻ. നമ്മുടെ നാട്ടിൽ പറയും രാജ്യത്തിന്റെ സകല ശക്തി ഉപയോഗിച്ചെന്ന്. എന്ന് പറഞ്ഞാൽ എയർഫോഴ്സും നേവിയും മിലിറ്ററിയും ഒരുമിച്ചിറങ്ങിയെന്ന്, പോലീസും കരസേനയും ഒരുമിച്ചിറങ്ങിയെന്ന്. അതുപോലെ പറയുകയാണ്, നീ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നിൽക്കുമ്പോൾ നിന്റെ അകത്തൊരു അഭിഷേകം മാത്രമല്ല, all the powers of the world to come, വരുവാനുള്ള സ്വർഗരാജ്യത്തിന്റെ സകല സൈനിക സന്നാഹവും നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ഈ 2025 you shall taste the powers of the kingdom of God. ദൈവ രാജ്യത്തിന്റെ, സ്വർഗീയ രാജ്യത്തിന്റെ സകല ശക്തികളോ, അത് ദൂതന്മാരോ, അത് സെറാഫികളോ, അത് കെരൂബികളോ, അത് മൂപ്പന്മാരോ, അത് ജീവികളോ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ആമേൻ, ഈ ലോകത്തിന്റെ ഒരൊറ്റ ശക്തിയോ നിന്റെ കൂടെ കാണത്തില്ല. ഈ ലോകത്തിന്റെ ഒരൊറ്റ ശക്തിയും നിന്റെ കൂടെ കാണത്തില്ല. ഈ ലോകത്തിന്റെ ഒരൊറ്റ വ്യക്തിയോ നിന്റെ കൂടെ കാണത്തില്ല. പക്ഷെ നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ വരുവാനുള്ള ലോകത്തിന്റെ സകല ശക്തികളോ, വരുവാനുള്ള ലോകത്തിന്റെ സകല സൈന്യമോ, വരുവാനുള്ള ലോകത്തിന്റെ സകല അതോറിറ്റീസോ, സകല പവേഴ്സോ, അത് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അത് എന്നെങ്കിലും ഒരിക്കൽ കർത്താവ് വന്ന് നിത്യതയിൽ എത്തുമ്പോഴെന്നല്ല പറയുന്നത്. അവിടെ വിൽ ടേസ്റ്റ് എന്നല്ല പറയുന്നത്. How taste the powers of the world to come. How tasted the powers of the world to come. ദൈവരാജ്യം, നിത്യരാജ്യം, സ്വർഗരാജ്യം വരാൻ പോകുന്നതേ ഉള്ളൂ. ലോകരാജ്യം വരാൻ പോകും, ലോകത്തിൽ ദൈവരാജ്യം സഹസ്രാബ്ദം വരാൻ പോകുന്നതേ ഉള്ളൂ. But we have already tasted the powers of that kingdom. ഇത് ഞാൻ വെളിപ്പാടിൽ പറഞ്ഞതാണെങ്കിൽ ദുരുപദേശമാണെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞേനെ. പക്ഷെ എബ്രായർ 6:5 പറയുകയാണ്, ലോകത്തിൽ ദൈവത്തിന്റെ രാജ്യത്വം മിശിഹ ഒലിവുമലയിൽ ഇറങ്ങി യെരൂശലേമിന് വേണ്ടി യുദ്ധം ചെയ്ത് ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ യേശു കർത്താവ് മടങ്ങി വന്ന് പിന്നെയും 7 വർഷം കഴിയണം.
but all the powers of that kingdom, it's with you. ഇന്ന് രാത്രി തിരിച്ചറിയണം. യെസ്, അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: സൗഖ്യമാക്കുവാൻ ദൈവശക്തി അവനിൽ ഉണ്ടായിരുന്നെന്നല്ല പറയുന്നത്, സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവനോട് കൂടെ കർത്താവിന്റെ ശക്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, യേശു രോഗികളെ സൗഖ്യമാക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയുള്ള സൈന്യം, പവർ ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ ദൂതന്മാരുടെ ഒരു ലീജിയൻ അവിടെ ഇറങ്ങി നിൽക്കുമായിരുന്നു. യേശു ഒരു വാക്ക് പറയുമ്പോൾ, ഭൂതങ്ങളുടെ നേരെ യേശു കൈവിരലുകൾ ചലിപ്പിക്കുമ്പോൾ, സ്വർഗത്തിലെ ഒരു ഏഞ്ചലിക് കമ്പാനിയൻ യേശുവിന്റെ കൂടെ ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കുമായിരുന്നത്. കർത്താവിന്റെ ശക്തി അവനിലുണ്ടായിരുന്നുവെന്നല്ല എഴുതിയിരിക്കുന്നത്, അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ 2025 നീ കയറുമ്പോൾ നിന്റെ അകത്തൊരു ശക്തി ഉണ്ടായിരിക്കുക. അത് മാത്രമല്ല, നിന്റെ ചുറ്റിന് ഒരു ദൈവത്തിന്റെ ശക്തിയുള്ള സൈന്യം നിന്നോട് കൂടെ അകമ്പടി നടക്കുമെന്ന് ഇന്ന് രാത്രി പറഞ്ഞാൽ എത്ര ദൈവമക്കൾ അത് വിശ്വാസത്തോടെ സ്വീകരിക്കും? ചിലപ്പോൾ നമ്മുടെ അകത്ത് ദൈവശക്തി കുറയുന്നത് പോലെ നമുക്ക് തോന്നും. പോരാടാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എതിർക്കാൻ പറ്റുന്നില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ നീ അധൈര്യപ്പെടരുത്, കർത്താവിന്റെ ശക്തി നിന്നോട് കൂടെ. Oh, the powers of the world to come. ദൈവത്തിന്റെ ശക്തിയുള്ള സൈന്യം, ദൈവത്തിന്റെ കമാൻഡോസ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ നിന്റെ കാലുകൾ ഇടറിയേക്കാം, പക്ഷെ നീ താഴെ വീഴത്തില്ല. കാരണം ദൈവത്തിന്റെ ബറ്റാലിയൻ നിന്നോട് കൂടെ. The armies of God, the powers of God. കർത്താവിന്റെ സൈന്യം അവനോട് കൂടെ. ഇവിടെ ഈ ശക്തി എന്നുള്ള വേർഡിന് മൂലഭാഷയിൽ പറയുന്നത് the force of the Lord was with him എന്നാണ്. The force of the Lord. ഈ ഫോഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എന്തായി തീർന്നു അറിയാമോ? ശക്തിയായി തീർന്നു. ആമേൻ. മിലിറ്ററിയിലെ ഒരു വേർഡാണ്. അവിടേക്ക് നമുക്ക് എന്തയക്കാം? ഒരു ഫോഴ്സിനെ അയക്കാമെന്ന് പറയും. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ a group of soldiers. അപ്പോൾ the force of the Lord was present to heal them. ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനമേ, വരുന്ന നാളുകളിൽ സഭ ഒരുമിച്ച് ചില പ്രതിസന്ധികൾക്ക് നേരെ പൊരുതുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ സൈന്യം നിങ്ങളോട് കൂടെ. ദൈവത്തിന്റെ സൈന്യം നിങ്ങളോട് കൂടെ. മിഖായേലും ഗബ്രിയേലും ഇങ്ങനെ ഇറങ്ങി നിന്ന് അതുകൊണ്ട് പീലാത്തോസിന്റെ അടുക്കൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിച്ചാൽ ഫോഴ്സ് ഇപ്പൊ ഇവിടെ വന്നേനെ, ഒരു ലീജിയൻ, ഒരു ബറ്റാലിയൻ ഇവിടെ ഇറങ്ങിയേനെ. ഇന്ന് രാത്രികാല നിന്റെ അഭിഷേകത്തിന് ആമേൻ ഒരു ശക്തിയും അധികാരവും മാത്രമല്ല, അതിനൊരു കമ്മ്യൂണിക്കേഷൻ പവർ ഉണ്ട്, അതിനൊരു കമ്മ്യൂണിക്കേഷൻ അതോറിറ്റി ഉണ്ട്. അത് ഏഞ്ചലിക് റലത്തെ ഇറക്കി നിർത്തുന്ന, ദൈവ സാന്നിധ്യത്തെ ഇറക്കി നിർത്തുന്ന all the powers of the world to come. The power of the God, the power of God and the powers of his kingdom. ദൈവത്തിന്റെ ശക്തിയും ദൈവരാജ്യത്തിന്റെ ശക്തികളും. ആമേൻ. എന്നോട് ചേർന്നൊന്ന് പറയാമോ? ദൈവത്തിന്റെ ശക്തിയും ദൈവരാജ്യത്തിന്റെ ശക്തികളും. അത് രണ്ടും ഒരു ദൈവ പൈതലിനോട് കൂടെയുണ്ട്. ജീസസ്. ദൈവജനം ആത്മാവിൽ അന്യഭാഷകൾ. ഞാൻ ഒരൊറ്റ പോയിന്റോടെ പറഞ്ഞിട്ട് പ്രാർത്ഥനയിലേക്ക് കയറുക. ദൈവജനം അന്യഭാഷകളിൽ ആരാധിച്ച് കയറുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. പക്ഷെ അന്യഭാഷകളിൽ സംസാരിക്കുന്നതോ? അന്യഭാഷ എന്നുള്ള ഒരു സംഗതിയല്ല, ഭാഷകളുടെ വരമുണ്ട്. വിവിധ ഭാഷകൾ, അന്യഭാഷകൾ, അന്യഭാഷ, ദൂതന്മാരുടെ ഭാഷ, ഇങ്ങനെ 4-5 നമുക്ക് അന്യഭാഷയെ വേർതിരിച്ച് പഠിക്കാം. ഞാനതിനകത്ത് ഒറ്റ ഭാഗം പറയാനാണ് ഈ കറങ്ങി വരുന്നത്, ഈ അന്യഭാഷയിലേക്ക് കയറിയത്. യേശു കർത്താവ് 3 ഇടങ്ങളിൽ അന്യഭാഷയിൽ സംസാരിച്ചു.
ഒരു പ്രാവശ്യം യേശു അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. യേശു നിലവിളിച്ചു ഉറക്കെ, എലോഹി എലോഹി ലമ്മ ശബക്താനി. അത് അവിടെ നിൽക്കുന്നവർക്ക് സുപരിചിതമായ ഒരു ഭാഷയായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നോക്കൂ, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നമുക്ക് നോക്കാം. Then he was praying in unknown tongues. എന്നാൽ ഞാൻ അതിലേക്കല്ല വരുന്നത്. praying unknown tongue അല്ല. അതിലുപരിയായി യേശു 2 ഭാഗങ്ങളിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ കാണുവാൻ കഴിയും. ഒന്ന്, യേശു കർത്താവ് യായിറോസിന്റെ വീട്ടിൽ ചെന്ന് ആ പെൺകുട്ടിയുടെ അടുക്കൽ യേശു പറഞ്ഞു, തലീഥ കൂമി. തലീഥ കൂമി, ബാലെ എഴുന്നേൽക്ക എന്നർത്ഥമുള്ള തലീഥ കൂമി. അതിൻ്റെ അടുത്ത വാക്യത്തിന്റെ അടുത്ത ഭാഗത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഉടനെ അവളുടെ ആത്മാവ് അവളിലേക്ക് മടങ്ങി വന്നു. The spirit came back. ആത്മാവ് മടങ്ങി വന്നു. എന്താണ് തലീഥ കൂമി എന്ന് പറയുമ്പോൾ ആത്മാവ് മടങ്ങി വരുന്നത്? നിങ്ങൾ ഏതെങ്കിലും ബൈബിൾ തെസാറസിലേക്ക് എടുത്തു നോക്കണം. എന്താണ് തലീഥ കൂമി? തലീഥ കൂമി എന്ന് പറഞ്ഞാൽ ഒരു കൽദിയൻ ഒറിജിനൽ, ബാബിലോണിയൻ ഒറിജിനൽ ഉണ്ടായിരുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ ബാബിലോൺ ഭാഷയിലെ ഒരു വാക്കാണ്. ഏത്? തലീഥ കൂമി എന്ന് പറഞ്ഞാൽ. യേശു കർത്താവ് ജീവിക്കുന്നത് റോമൻ എംപയറിന്റെ കാലത്താണ്. അതിനു മുമ്പേ ഗ്രീസ് എംപയർ കഴിഞ്ഞു, അതിനു മുമ്പേ പേർഷ്യൻ എംപയർ കഴിഞ്ഞു, അതിനു മുമ്പേ മെഡോ എംപയർ കഴിഞ്ഞു. അപ്പോൾ ബാബിലോണിയൻ എംപയറിന്റെ ആ ഒരു ലാംഗ്വേജ് സിസ്റ്റം വരെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. അന്ന് യേശു ജീവിക്കുന്ന കാലത്തിൽ ഗ്രീസിന്റെ അധിനിവേശത്തോടുകൂടെ ഭയങ്കരമായ ലിംഗ്വിസ്റ്റിക് പരിഷ്കാരങ്ങൾ വന്നതോടുകൂടെ ഭാഷാ പരിവർത്തനങ്ങൾ ഉണ്ടായി. അതിനു മുമ്പുള്ള ഭാഷകൾക്കൊക്കെ പരിച്ഛേദം സംഭവിച്ചു. ആകയാൽ ബാബിലോണിയൻ ഭാഷ ആ കാലത്ത് സംസാരിക്കുന്നില്ല. Then why? പിന്നെ എന്തുകൊണ്ട് യേശു അവിടെ തലീഥ കൂമി എന്ന് പറഞ്ഞു? ബാബിലോണിയൻ ഒറിജിനിൽ പറഞ്ഞു. ഞാൻ വേഗത്തിൽ അതിലേക്ക് വരാം. യേശു കർത്താവ് യായിറോസിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടി മരിച്ച് ആത്മാവ് സ്വർഗത്തിലോ നിത്യതയിലോ വിശ്രാമത്തിലോ പോയതല്ല. ബാബിലോണിലെ ദുരാത്മാക്കൾ ഇവരുടെ ആത്മാവിനെ എന്ത് ചെയ്തുകൊണ്ട് പോയതാ? പിടിച്ചുകൊണ്ടുപോയതാ. അപ്പൊ യേശു അവിടെ നിന്ന് ബാബിലോണിലെ ദുരാത്മാക്കളോടാണ് സംസാരിച്ചത്. എന്ത്? തലീഥ കൂമി. ഉടനെ ആത്മാവ് മടങ്ങി വന്നു എന്ന് പറഞ്ഞാൽ അവളുടെ ആത്മാവിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ബാബിലോണിയൻ ദുരാത്മാക്കൾ എന്ത് ചെയ്തു? അവളുടെ സ്പിരിറ്റിനെ വിട്ടുകൊടുത്തു. രണ്ടാമത്തെ ഭാഗം ഞാൻ പറയാം. യേശു കർത്താവ് ഊമനും ചെകിടനുമായ മനുഷ്യനെ കണ്ടു. യേശു അവന്റെ നാവിൽ വിരൽ തൊട്ട് ചെവിയിലിട്ട് നെടുവീർപ്പിട്ട് യേശു ഇങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കി. അതിനുശേഷം തുപ്പി. എന്നിട്ട് യേശു അവന്റെ ചെവിയിൽ പറഞ്ഞു, യഫാത്ത. ഇന്ന് യഫാത്ത എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ വേർഡാണ്. ENT ആരെങ്കിലും ബന്ധക്കോസുകാര് ENT ആയാൽ അവര് ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആരംഭിച്ചാൽ അതിനെന്ത് പേരിടും? യഫാത്ത. സ്തോത്രം. നമ്മൾ ചില ചർച്ചുകളൊക്കെ ഇയർലി എൻകൗണ്ടർ സെക്ഷൻ വെക്കുമ്പോൾ എഫാത്ത എൻകൗണ്ടർ എന്നൊക്കെ പറയും, തുറവികളുടെ കാലം. എന്നാൽ ഈ എഫാത്തയുടെ ഒറിജിൻ ഏതാണെന്ന് അറിയാമോ? ദ സെയിം ബാബിലോണിയൻ ഒറിജിൻ. ഒരു കൽദിയൻ വേർഡാണ് എഫാത്ത എന്ന് പറയുന്നത്. അപ്പോൾ യേശു കർത്താവ് ഇവന്റെ കാതിലേക്ക് വന്ന് എഫാത്ത എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അവന്റെ കാതുകളെ അടച്ചു വെച്ച ബാബിലോണിയൻ ദുരാത്മാക്കൾ അതിനെ വിട്ടുപോയി തുറന്നു കൊടുക്കുകയാണ്. അപ്പോ യേശു അന്യഭാഷയിൽ 2 പേരോട് സംസാരിച്ചു. ഒന്ന്, ദൈവത്തോട് സംസാരിച്ചു. 2, പിശാചുക്കളോട്, ദുരാത്മാക്കളോട് സംസാരിച്ചു. ഏറെ നേരം അന്യഭാഷകളിൽ സംസാരിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം, ചില വേളകളിൽ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ അറിയാതെ ചില ഇസ്ലാമിക പദങ്ങൾ, സംസ്കൃത പദങ്ങൾ അറിയാതെ ഞാൻ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുകയാണ്. ആമേൻ. അധികം അന്യഭാഷയിൽ സംസാരിക്കാം. ആമേൻ. ഞാൻ ചില സമയങ്ങളിൽ പറയത്തില്ലേ, കൈയടിക്കാതെ അന്യഭാഷകളിൽ സംസാരിക്കാൻ ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടില്ലേ? ആമേൻ. ഞാൻ ഇതിനകത്ത് ഒരു സ്പിരിച്വൽ തലത്തിൽ ഒരു അറ്റാക്ക് വെളിപ്പെടുമ്പോഴാണ് ഞാനത് പറയാറ്.
ആ സമയത്ത് നമ്മൾ അന്യഭാഷയിൽ ദൈവത്തോട് കരമടിച്ച് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. അധികാരത്തോടെ, ശക്തിയോടെ എത്ര വരുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ നേരെ അന്യഭാഷകളിൽ ഒരു സിംഹം ഗർജിക്കും പോലെ ഓ, നിന്റെ അന്യഭാഷകൾ കേൾക്കുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ നടുങ്ങുമെന്ന് നിനക്കറിയാമോ? നിന്റെ അന്യഭാഷ കേൾക്കുമ്പോൾ ഭൂതങ്ങൾ ന്ന് നിനക്കറിയാമോ? നിന്റെ അന്യഭാഷ കേൾക്കുമ്പോൾ പിശാച് കെട്ടിവെച്ചത്, അടച്ചു വെച്ചത് തുറന്നു വരുമെന്ന് നിനക്കറിയാമോ? നിന്റെ അന്യഭാഷ കേൾക്കുമ്പോൾ പിശാച് പിടിച്ചു വെച്ചത് അത് റിട്ടേൺ വരുമെന്ന് നിനക്കറിയാമോ? ഒരു മിനിറ്റ് കണ്ണുകളെ അടച്ചാട്ടെ. നിങ്ങൾക്കെതിർ നിൽക്കുന്ന പോരുകളെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താട്ടെ. നിങ്ങളെ വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികളെ നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താട്ടെ. നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താട്ടെ. ഓ, നിങ്ങളുടെ ഫോക്കസ് പൈശാചിക മണ്ഡലങ്ങളുടെ നേരെ വരട്ടെ. നിങ്ങളുടെ ഫോക്കസ് ദുരാത്മ ശക്തികളുടെ നേരെ വരട്ടെ. നിങ്ങളുടെ ഫോക്കസ് എല്ലാ പോരാട്ടങ്ങളുടെ നേരെയോ, നിങ്ങളുടെ സാമ്പത്തിക പോരുകളുടെ നേരെ, നിങ്ങളുടെ തലമുറകൾക്കെതിരെ വാദിച്ചു നിൽക്കുന്ന പോരുകൾക്കെതിരെ, നിങ്ങളുടെ സ്പിരിച്വാലിറ്റിക്കെതിരെ പൊരുതുന്ന പോരുകൾക്കെതിരെ, നിങ്ങളുടെ ശരീരത്തെ കെട്ടുന്ന രോഗശക്തികൾക്കെതിരെ അതിനെ ഫോക്കസ് ചെയ്തേ. യെസ്, പിശാചുക്കളെ ഫോക്കസ് ചെയ്ത് അന്യഭാഷകളിൽ സംസാരിച്ച് Jabartali, Sari, Wakatali, Rise! Shabalbaram Pravachakam, Raitoli, Vatakara Pravakateria Pravasham, Brass, Nahatia Jana Dena. മുഴുവൻ അധികാരമെടുത്ത്, മുഴുവൻ ബലവും എടുത്ത് ആവർത്തിച്ച് അന്യഭാഷയിൽ സംസാരിച്ച് let the hells be shaken. പാതാളം കുലുങ്ങട്ടെ. with a dynamic power, ഒരു ഡൈനാമിക് പവറോടെ അന്യഭാഷയിൽ ഗർജിച്ച് മുമ്പിൽ നിൽക്കുന്ന എരിഹോവുകളെ ഞങ്ങൾ ശാസിക്കുന്നു. മുമ്പിൽ നിൽക്കുന്ന യോർദാനെ ഇടിമിന്നൽ പോലെ നിന്നിലേക്കൊരു ദൈവശക്തി കയറുന്നു.
Out! I command in Jesus' name. Out! Fire! സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം. സ്തോത്രം, 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 സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സാധാരണമായ നിലയിൽ ആത്മസാന്നിധ്യത്തെ അറിയുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. എന്നാൽ ഫ്യൂ വളരെ ചുരുക്കം പേർ ഇതിനകത്ത് ഇതാ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക്. യെസ്, ദൈവശക്തി നിന്നെ പുഷ് ചെയ്യുന്നു. പിടിച്ച് കാണിക്കോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാ ദൈവമക്കളും ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ഭാഗമാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് ഒരു പോയിന്റ് പറഞ്ഞിട്ട് പോകുക, ഇന്ന് അതിൽ നിന്ന് പ്രാർത്ഥിക്കുന്നില്ല. ആമേൻ. ഒന്ന് ദിനവൃത്താന്തം, അതിനകത്ത് ഒരു പോയിന്റ് കൂടെ പ്രാർത്ഥിക്കാനുണ്ട്, നാളെ പ്രാർത്ഥിക്കാം. ഓ സാബൽ പാരാതനാദി ശാൽ ഖട്ടാനി. ഒന്ന് ദിനവൃത്താന്തം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യമാണ് നാം ഈ ദിവസങ്ങളിലൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ 1 തുടങ്ങി 37 വരെയുള്ള വാക്യങ്ങളുടെ നമ്പറിങ് നിങ്ങളൊന്ന് നോക്കി. നിങ്ങൾ അതിൻ്റെ നമ്പറുകൾ ഇങ്ങനെ ഒന്ന് നോക്കി. ആമേൻ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഈ വാക്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് ആ വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വാക്യങ്ങളെല്ലാം ചെറിയ വാക്യങ്ങളാണ്. ഇതിനകത്ത് വലിയ വാക്യങ്ങൾ എന്ന് പറയാൻ 10-ാമത്തെ വാക്യവും പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 27-ാമത്തെ വാക്യവും ആണ്. അതിൻ്റെ 27-ാം വാക്യവുമാണ്. ഈ 2 വാക്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. 27-ാം വാക്യം വർദ്ധിച്ചില്ല, മക്കളില്ലായിരുന്നു, വർദ്ധിച്ചില്ല എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഈ 10-ാം വാക്യത്തിലേക്ക്, ഈ വാക്യത്തിൻ്റെ ഈ അധ്യായത്തിൻ്റെ ആരംഭം നിങ്ങൾ ശ്രദ്ധിച്ചാൽ യഹൂദായുടെ പുത്രന്മാരെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്. യഹൂദായുടെ പുത്രന്മാരെ കുറിച്ച്. അപ്പോൾ യഹൂദായുടെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് വേഗത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, സ്തോത്രം, ഇസ്രായേലിലെ രാജാക്കന്മാരുടെ പിതാക്കന്മാരുടെ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ഇസ്രായേലിലെ രാജാക്കന്മാരുടെ
പിതാക്കന്മാരുടെ, ആ രാജാക്കന്മാർ എങ്ങനെ ജനിച്ചത് എന്ന് പറയാൻ അവരുടെ പിതാക്കന്മാരുടെ ചരിത്രം പറഞ്ഞു വരികയാണ്. ഇതിനകത്ത് എല്ലാവരുടെയും അപ്പനാര, അമ്മയാര, മക്കളാര, അവരുടെ മക്കളാര, ഇങ്ങനെ ഒരു ലൈൻ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ അധ്യായത്തിൽ ഒരാളുടെ മാത്രം അഡ്രസ്സില്ല. ഒരാളുടെ മാത്രം അപ്പൻ്റെയും പേരില്ല, അമ്മയുടെയും പേരില്ല, അയാളുടെ മക്കളുടെയും പേരില്ല. ഊരും പേരും ഇല്ലാത്ത ഒരുത്തൻ, പാരമ്പര്യം ഇല്ലാത്ത ഒരുത്തൻ, ട്രഡീഷൻ ഇല്ലാത്ത ഒരുത്തൻ, കുടുംബം ഇല്ലാത്ത ഒരുത്തൻ, എങ്ങാണ്ടു ഇത് വന്നു കയറിയ ഒരുത്തൻ. പിന്നെ ഇത്രയും മാത്രം എഴുതിയിട്ടുണ്ട്. അവൻ്റെ അമ്മയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: അവൻ ജനിച്ചത് അവൻ്റെ അമ്മയ്ക്ക് ആകെ സങ്കടമായിരുന്നു. ആമേൻ. അപ്പൻ്റെ പേരുമില്ല, അമ്മയുടെ പേരുമില്ല, കുടുംബ പേരുമില്ല. യഹൂദൻ്റെ ലീനിയേജിൽ എന്തോ ഇല്ല, പേരില്ലാത്ത ഒരുത്തൻ. പക്ഷെ അവൻ്റെ വാക്യമാണ് ഏറ്റവും വലിയ വാക്യം. എൻ്റെ സഹോദരങ്ങളെ, അപ്പൻ്റെയും അമ്മയുടെയും പേരില്ലാത്ത ഒരുത്തനെയും ഇസ്രായേലിൻ്റെ വംശാവലിയിൽ പേര് ചേർക്കത്തില്ല. ഇന്നും നമ്മുടെ കൊച്ചിയിൽ 1-2 ജൂയിഷ് ഫാമിലി കിടപ്പുണ്ട്. അവർ കേരളത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവിടെ കിടക്കുന്നത്. അപ്പൻ്റെ വകയിലും അമ്മയുടെ വകയിലും തീർത്തും പേരില്ലാതെ എവിടോ പേര് മിസ്സിങ്. അതുകൊണ്ട് തിരിച്ചവിടോട്ട് എന്നാൽ കയറ്റത്തില്ല. എസ്രായുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് ആ മത്തായിലും ലൂക്കോസിലും യേശുവിൻ്റെ 2 ലൈനും എഴുതിയേക്കോ. ഒരിടത്ത് അപ്പൻ്റെ വരിയും മറ്റേടത്ത് അമ്മയുടെ വഴി എഴുതിയേക്കോ. കാരണം ഇത് രണ്ടും കൂടെ ഒത്താലേ ഒരുത്തൻ യഹൂദനാകത്തുള്ളൂ. പക്ഷേ യഹൂദൻ്റെ പിതാക്കന്മാരുടെ ഇടയിൽ യബ്ബേസ് എന്നൊരുത്തൻ കയറിപ്പറ്റി. അപ്പൻ്റെ പേരുമില്ല, വല്യപ്പൻ്റെ പേരുമില്ല. പിന്നെ നീ എങ്ങനെയാടാ അതിൽ കയറിപ്പറ്റിയത്? ഒറ്റ കാര്യം പറയും: ഞാൻ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കയറിപ്പറ്റിയത്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവമക്കളോട്, പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞുങ്ങളോട് പറയട്ടെ: നിന്റെ ദൈവം നിന്റെ പേരൊരിടത്ത് എഴുതുന്നതിന്, നിന്റെ ദൈവം നിന്റെ പേരൊരു സ്ഥാനത്ത് എഴുതുന്നതിന്, നിന്റെ ദൈവം നിന്റെ പേര് ഒരു ബോർഡിൽ എഴുതുന്നതിന് നിന്റെ അപ്പൻ്റെ പേരോ നിന്റെ വല്യപ്പൻ്റെ പേരോ ദൈവത്തിന് ആവശ്യമില്ല. യാക്കോബേലും മർത്തോമേലും ഒക്കെ ഇറച്ചി വെട്ടുകാരുടെ കുടുംബത്തിൽപ്പെട്ടവരെ തിരുമേനിയാക്കത്തില്ല. കാരണം പാരമ്പര്യം നോക്കി 4 വഴിക്ക് നോക്കിയിട്ടേ പറ്റത്തുള്ളൂ. പക്ഷേ എൻ്റെ ദൈവം, ആമേൻ, പുരോഹിതനെ തെരഞ്ഞെടുത്തപ്പോൾ അവന് കൊടുത്ത ഒന്നാമത്തെ പണി എന്തുവാണെന്നറിയാം? ഇറച്ചി വെട്ട്. പുരോഹിതന്മാരുടെ ഒന്നാമത്തെ പണി എന്തുവായിരുന്നു? ഇറച്ചി വെട്ടായിരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ ശ്രേഷ്ഠത. ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്ന പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, യൗവനക്കാരോട് ഞാൻ പറയുകയാണ്: നിങ്ങളുടെ പേരൻസിന്റെ ഹെറിറ്റേജോ നിങ്ങളുടെ ട്രഡീഷനോ നിങ്ങളുടെ ലൈഫിനെ സ്വാധീനിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. ജീസസ്. ഞാൻ എപ്പോഴും പറയും, ഹോൾ ടിക്കറ്റ് അടിക്കുന്നതിന് മുമ്പേ റിസൾട്ട് അടിക്കുന്നത് എൻ്റെ ദൈവമെന്ന്. നമ്മൾ യബ്ബേസിൻ്റെ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ പറയും. യബ്ബേസ് പറഞ്ഞു: കർത്താവേ, എന്നെ അനുഗ്രഹിക്കണം, എന്നെ വിശാലപ്പെടുത്തണം. എന്തൊക്കെ പ്രാർത്ഥനയായിരുന്നു. ഇനി ചോദിക്കാം, യബ്ബേസ് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഗോഡ് ഗ്രാൻഡഡ്, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകിയെന്ന്. ആർക്കറിയാം? 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിലാണ് യബ്ബേസ് പ്രാർത്ഥിച്ചത് എഴുതിയിരിക്കുന്നത്. പക്ഷേ യബ്ബേസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത് ഏത് അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്? യബ്ബേസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയതിന്റെ തെളിവ് വേണ്ടേ? അത് 4-ാം അധ്യായം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു അധ്യായത്തിൽ കാണുമായിരിക്കും, അല്ലേ? അല്ലേ? പ്രാർത്ഥന 4-ാം അധ്യായത്തിലാണെങ്കിൽ 5-ലോ 6-ലോ അങ്ങാണം മറുപടി കാണും. ഇല്ല, 5-ലും ഇല്ല, 6-ലും ഇല്ല, 20-ലും ഇല്ല, 50-ലും ഇല്ല. മറുപടി കാണണമെങ്കിൽ കുറച്ച് റിവേഴ്സ് എടുക്കണം. 1 ദിനവൃത്താന്തം 2-ാം അധ്യായം 55-ാം വാക്യം. 1 ദിനവൃത്താന്തം 2-ാം അധ്യായം 55. അതാ ഞാൻ പറഞ്ഞത്, ഹോൾ ടിക്കറ്റ് അടിക്കുന്നതിന് മുമ്പേ ദൈവം റിസൾട്ട് അടിക്കും. ദിനവൃത്താന്തം വായിച്ചു വരുമ്പോൾ ആദ്യം സർട്ടിഫിക്കറ്റ് കണ്ടു, പിന്നാണ് അവൻ്റെ പരീക്ഷാ പേപ്പർ കണ്ടത്. ആമേൻ. വായിച്ചാട്ടെ. യബ്ബേസിൽ പാർത്തു വന്ന ശാസ്ത്രജ്ഞന്മാരുടെ, ഇതിനകത്ത് അവർ ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ ശാസ്ത്രജ്ഞന്മാർ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആമേൻ. അതുകൊണ്ട് ഇപ്പം എനിക്ക് സങ്കടമൊന്നുമില്ല. ആമേൻ. യബ്ബേസിൽ പാർത്തു വന്ന ശാസ്ത്രിമാരുടെ കുലങ്ങൾ ആവിത്.
ഹോളി സ്പിരിറ്റ്. ഞാൻ പറയട്ടെ, ഈ മനുഷ്യൻ ഊരും പേരും ഇല്ലായിരുന്നു, അപ്പനും ഇല്ലായിരുന്നു, അമ്മയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളി മരിച്ചു കഴിഞ്ഞു, പുള്ളിയുടെ പേര് ഒരു സിറ്റി കിട്ടും. പുള്ളിയുടെ പേര് അപ്പനും അമ്മയും ഇല്ലാത്തവനാന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞില്ല. ചരിത്രത്തിന് മായ്ക്കാൻ പറ്റാതെ വണ്ണം ഒരു ദേശത്തിന് യബ്ബേസിന്റെ പേരിട്ടു. പ്രാർത്ഥിക്കുന്നവന്റെ ഗ്ലോറി ഉണ്ട്. നിന്റെ പേര് നിന്റെ ദേശത്തിന് വിളിക്കപ്പെടും. ജീസസ്. അടുത്തത്, അവന്റെ പേരിനെ ദൈവം എൻ്റെ അതിരിനെ വിശാലമാക്കണമെന്നേ പുള്ളി പ്രാർത്ഥിച്ചുള്ളൂ. ദൈവം പുള്ളിയുടെ പേര് വരെ എന്ത് ചെയ്തു? അങ്ങ് വിശാലപ്പെടുത്തി. സ്തോത്രം. അമ്മ മോനിട്ട പേര് ദൈവം ഒരു ദേശത്തിനിട്ടു. അമ്മ മോനിട്ട പേര് ദൈവം ഒരു ദേശത്തിനിട്ടു. കാരണം ഈ മോൻ പ്രാർത്ഥിക്കുന്നവനെ. ജീസസ്. ബി പ്രൗഡ് ടു ബി എ പ്രയർ വാരിയർ. പ്രാർത്ഥിക്കാൻ, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണെന്ന് പറയാൻ ഒരു അഭിമാനമുണ്ടാകണം. ജീസസ്. ഇനി അടുത്തത്, അവിടെ യേശു കർത്താവ് യെരൂശലേമിനും ശമര്യയ്ക്കും ഇടയിൽ കൂടെ പോയ ഗ്രാമത്തിൽ ചെന്നപ്പോൾ ആ ഗ്രാമത്തിൽ കുറേ കുഷ്ഠരോഗികൾ താമസിക്കുന്നുണ്ടായിരുന്നു. ഔട്ട്കാസ്റ്റഡുകളെല്ലാം താമസിക്കുന്നതായിട്ടുള്ള ഒരു ഗ്രാമം. പക്ഷേ യബ്ബേസിൻ്റെ പേരിട്ട ഗ്രാമത്തിൽ ഔട്ട്കാസ്റ്റഡ് പീപ്പിളെല്ലാം അല്ല അവിടെ താമസിച്ചു കൊണ്ടിരുന്നത്. അവിടെ താമസിച്ചവർ, ആ യബ്ബേസിൻ്റെ മക്കളെല്ലാം ശാസ്ത്രിമാരായി തീർന്നു. ദൈവം വിശാലപ്പെടുത്തിയോ? ദൈവം അനുഗ്രഹിച്ചോ? ബ്ലസ് ഇൻഡീഡ്. പ്രാർത്ഥിക്കുന്നതിൽ അഭിമാനിക്കുക, പ്രാർത്ഥിക്കുന്നതിൽ വർദ്ധിച്ചു. കണ്ടോ, അപ്പൻ്റെ പേരും വല്യപ്പൻ്റെ പേരും ഇല്ല, പക്ഷേ അവന് മുഴങ്കാലിൽ തഴമ്പുണ്ടായിരുന്നു, അവന് പ്രാർത്ഥനാശീലമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ പേര് ഒരു ദേശത്തിൻ്റെ പേരായി. ആ ദേശത്തിൽ ജനിച്ച കുലങ്ങളെല്ലാം ആരായി തീർന്നു? ശാസ്ത്രികൾ, അല്ലെങ്കിൽ ഇതീ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞോ, ശാസ്ത്രജ്ഞന്മാരായി തീർന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവൻ്റെ പേരിനെ ദൈവം അനുഗ്രഹിക്കും. അവൻ്റെ പാരമ്പര്യം ദൈവത്തിനൊരു വിഷയമല്ല. അവൻ്റെ പേരിനെ ദൈവം ഒരു ദേശത്തിൻ്റെ പേരാക്കി വലുതാക്കും. അവൻ്റെ തലമുറകളെ ദൈവം കുലങ്ങളാക്കി, അവൻ്റെ തലമുറകളെ ദൈവം ശാസ്ത്രികൾ ആക്കി മാറ്റും. സ്തോത്രം. ഓ, എന്നാ മഹത്വം, എന്നാ മഹത്വം. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം ഏതായിരിക്കും? പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. ഈ 2025 കയറുമ്പോൾ യു മസ്റ്റ് ഹാവ് എ സ്കെഡ്യൂൾഡ് പ്രയർ പ്ലാൻ. പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന സമയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു നിശ്ചയമുണ്ടാകണം. 2, പ്രാർത്ഥിക്കുന്ന ഹൗ മച്ച് ടൈം ആൻഡ് ഹൗ മെനി ടൈം. എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു, എത്ര നേരം പ്രാർത്ഥിക്കുന്നു. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരിതുണ്ടാകണം. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ കലണ്ടറിലോ നിങ്ങളുടെ മൊബൈലിലോ നിങ്ങൾ ജസ്റ്റ് ഒരു ടിക്കിട്ട് പോകാം. എങ്ങനെയായി ടിക്കിടേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൻ്റെയോ നിങ്ങൾ ഏതെങ്കിലും മാളിൻ്റെയോ ഒക്കെ റെസ്റ്റ് റൂമിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ വാതിലേൽ ഒരു എക്സൽ ഷീറ്റ് ഒട്ടിച്ചിരിക്കുന്നത് കാണാം. ആമേൻ. അത് ശ്രദ്ധിച്ചിട്ടില്ലാത്തവരുണ്ടോ എന്ന് കൈവക്കി? എല്ലാവരും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആമേൻ. അതിനകത്ത് എന്തോ ഇട്ടിട്ടുണ്ട്? ടിക്കിട്ട് പോയിട്ടുണ്ട്. ഓരോ ദിവസം മിക്കയിടത്തും അരമണിക്കൂർ ഇടവേളയിലാണ്. എന്തുണ്ട്? അരമണിക്കൂർ ഇടവേളയിൽ ഒരു കോളമുണ്ട്. ആ കോളം ഇങ്ങനെ ടിക്കിട്ട് പോകും. മിക്കവാറും ഒരാഴ്ചത്തേക്കായിരിക്കും ഈ ഒരു പേപ്പർ വെക്കുന്നത്, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് പറഞ്ഞ്. ഇതുപോലെ വി മസ്റ്റ് ഹാവ് എ സ്കെഡ്യൂൾഡ് പ്രയർ പ്ലാൻ. ആമേൻ. ഒരു ദിവസം പ്രാർത്ഥന തെറ്റിപ്പോയോ? കുഴപ്പമില്ല, ആ വട്ടം അവിടെ കിടക്കട്ടെ. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ എത്ര അവിശ്വസ്തരായിരുന്നെന്ന് നമ്മെ തന്നെ ഒന്ന് ബോധിപ്പിക്കാമല്ലോ. അതിൻ്റെ പിറ്റേ ആഴ്ച നിങ്ങളുടെയൊക്കെ ഐഫോണിൽ വീക്കെൻഡിൽ ഒരു കാര്യം പറയും, കഴിഞ്ഞ ആഴ്ച മിടുക്കനായിരുന്നു കേട്ടോ, കഴിഞ്ഞ ആഴ്ച മിടുക്കനായിരുന്നു. അതിൻ്റെ മുമ്പിലത്തെ ആഴ്ചക്കാട്ടിലും 200% അധികം യൂസ് ചെയ്തിട്ടുണ്ട് സ്ക്രീൻ ടൈം. ഇനി അതിലൊന്ന് തൊട്ട് നോക്കാമെങ്കിൽ വളരെ വിശദമായിട്ട് പറയും.
ഏറ്റവും കൂടുതൽ സമയം അച്ചായൻ ഫേസ്ബുക്കിൽ തന്നെ ആയിരുന്നു, അമ്മാമ്മ യൂട്യൂബിൽ തന്നെ ആയിരുന്നു. അമ്മേ ഇത് പറഞ്ഞു തരത്തില്ല യൂട്യൂബ്, അല്ല ഐഫോൺ പറഞ്ഞു തരാറില്ലേ, എല്ലാ വീക്കെൻഡിലും പറയാറില്ലേ? അമ്മേ മാസത്തിൻ്റെ അവസാനം ഗൂഗിൾ പറഞ്ഞു തരാറില്ലേ? കഴിഞ്ഞ മാസം 27-ാം തീയതി ആയിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തത്. അമ്മേ ടൈം ലൈൻ വരാറില്ലേ? ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അമ്മേ ഒരു 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 ചാർട്ട്. അമ്മേ യബ്ബേസ് പ്രാർത്ഥിച്ചു, he granted him. അമ്മേ അതെന്തായിരുന്നുവെന്ന് 2:55. ഞാൻ പറയട്ടെ, നിന്റെ പ്രതിസന്ധികൾക്ക് മുമ്പേ നിന്റെ വിജയത്തിൻ്റെ ഫലകം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അമ്മേ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. അമ്മേ ഞാൻ ഇന്നലെ കർത്തൃദാസിൻ്റെ അഭിഷേകത്തിൻ്റെ അടുക്കലും പറയുകയുണ്ടായി, ഞാൻ എപ്പോൾ പ്രസംഗിക്കാൻ കയറിയാലും ഈ ക്ലോക്കിന് എന്നോട് വല്ലാത്ത കലിയാണ്. അതിങ്ങനെ 110 ഓടുന്നത് കാണാം. ഞാനിങ്ങോട്ട് കയറി കഴിഞ്ഞാലേ ഉള്ളൂ പ്രശ്നം. അമ്മേ നമുക്ക് വേഷങ്ങളിലേക്ക്, ഗാർമെൻസിലേക്ക് കയറാം. അമ്മേ വസ്ത്രങ്ങളിലേക്ക് നമുക്ക് കയറാം. എന്താണ് വസ്ത്രങ്ങളുടെ പ്രത്യേകത? സ്തോത്രം. കഴിഞ്ഞ 2-3 സെഷനുകളായി നമ്മൾ ഈ ഭാഗത്തെ ധ്യാനിച്ചു കൊണ്ടുവരികയാണ്. നമ്മൾ വിവിധ തലത്തിലത് ധ്യാനിക്കുന്നു. ഒന്ന്, നമ്മളുടെ അതർ കാൻഡിഡേറ്റ് ഗാർമെൻറ്റ്. രണ്ടാമതായി നാം തന്നെ ധരിക്കുന്ന ചില ഗാർമെൻറ്റ്. മൂന്നാമതായി നമ്മളിൽ നിന്ന് സ്ട്രിപ്പ് ഓഫ് ചെയ്യുന്ന, നമ്മളിൽ നിന്ന് വലിച്ചു കീറി കളയുന്നതായ, അഴിച്ചെടുക്കുന്നതായ വസ്ത്രങ്ങൾ. അടുത്തതായി ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി നാം ധ്യാനിച്ചു, മറ്റുള്ളവർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന, നിർബന്ധമായി നമ്മെ ധരിപ്പിക്കുന്നതായിട്ടുള്ള വസ്ത്രങ്ങൾ. ഞാനിനിയും അതിൽ ഒരൊറ്റ പോയിന്റ് പോലും റീക്യാപ്പ് ചെയ്യുന്നില്ല. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരുന്നു. അതാണ് എൻ്റെ വിഷയം, ദൈവം ധരിപ്പിക്കുന്ന വസ്ത്രങ്ങൾ. ദൈവം ഒരു മനുഷ്യനെ വസ്ത്രം ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ദൈവം ഒരു മനുഷ്യനെ വസ്ത്രം ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു? അതിനകത്ത് പ്രധാനമായി ചില വിഷയങ്ങൾ. ദൈവം ഒരു മനുഷ്യനെ വസ്ത്രം ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ഒരു നേരം പോക്കിനല്ല ഉടുപ്പ് തയ്പ്പിച്ചു തരുന്നത്. പകരം ദൈവത്തിന് പഴയ സാരി കുറേ ഇരിപ്പുണ്ട്, കളയണ്ടായി നിന്ദിച്ച് ചുരിദാർ അടിച്ചു കൊടുത്തു എന്നല്ല. ദൈവം വ്യക്തമായ ഒരു പ്ലാനോടുകൂടിയാണ് എന്തു ചെയ്യുന്നത്? ദൈവം ഒരു മനുഷ്യനെ ഗാർമെന്റ്സ് അഡോൺ ചെയ്യുന്നത്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് കടന്നു വന്ന് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 2-ാം വാക്യം. നിന്റെ സഹോദരനായ അഹരോന് വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. ദൈവം അഹരോന് വേണ്ടി സംസാരിക്കുകയാണ് മോശയോട്. ദൈവം മോശയോട് സംസാരിക്കുന്നു, മോശയെ കൊണ്ട് വേറെ ചിലരോടും സംസാരിപ്പിക്കുന്നു. ഞാൻ അതിലേക്ക് അടുത്ത പോർഷനിൽ കടന്നു വരാം. ഇവിടെ അഹരോന് വേണ്ടി ദൈവം വസ്ത്രമുണ്ടാക്കുവാൻ പ്ലാൻ ഇടുകയാണ്. അതിൽ ദൈവത്തിന് 2 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിക്കുന്നത്. ഒന്ന് മഹത്വത്തിനും, 2 അലങ്കാരത്തിനും. എന്താണ് ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആർക്കാണ് ഈ മഹത്വം എന്ന വാക്കിൻ്റെ മൂലപദത്തിലേക്ക് വരുമ്പോൾ ടു ബി ഓണേർഡ്, അവൻ ആദരിക്കപ്പെടേണ്ടതിന് ഒരു വസ്ത്രം അവന് കൊടുക്കണം. ആരാണ് ആദരിക്കപ്പെടുന്നത്? ഒരു പൊസിഷനിൽ ഇരിക്കുന്നവനാണ്, ഒരു സ്ഥാനത്തിരിക്കുന്നവനാണ് ആദരിക്കപ്പെടേണ്ടത്. അപ്പോൾ ദൈവം അഹരോന് ഒരു സ്ഥാനം കൊടുക്കുകയാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അപ്പോൾ ദൈവം അഹരോന് ഒരു സ്ഥാനം നൽകുകയാണ്. എന്നാൽ അവന് ദൈവം നൽകിയ സ്ഥാനത്തിനൊത്തവണ്ണം ലോകം അവനെ ആദരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവം നിനക്ക് നൽകുന്ന സ്ഥാനത്തിനൊത്തവണ്ണം ലോകം നിന്നെ ആദരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ അതിനെ കുറച്ചും കൂടെ കട്ട് ഷോട്ട് ചെയ്ത് പറയാം, ലോകം നിന്നെ ആദരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രി തിരിച്ചു പറഞ്ഞാട്ടെ, ലോകം എന്നെ ആദരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. വായി തുറന്നത് അങ്ങനെ തന്നെ പറഞ്ഞേ, ലോകം എന്നെ ആദരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ട്. ലോകം എൻ്റെ മക്കളെ ആദരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ലോകം ഈ കുഞ്ഞുങ്ങളെ നാളുകളിൽ ആദരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഈ ഇരിക്കുന്ന പൊടിമക്കളെ നാളെ ദേശം ആദരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. That is the will of God. നീ ലോകത്തിൽ ആദരിക്കപ്പെടും.
ആദരിക്കപ്പെടണം. രണ്ടാമതായി പറയുകയാണ് അവൻ അലങ്കരിക്കപ്പെടണം. എന്താണ് അലങ്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആമേൻ ആ അലങ്കാരം എന്ന വാക്കിന് മജസ്റ്റി എന്നാണ് ആമേൻ ഈ ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന ഈ അതിൻ്റെ മൂലപദത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് മജസ്റ്റി എന്ന വേർഡാണ്. ആമേൻ മജസ്റ്റി എന്ന് പറഞ്ഞാൽ അലങ്കാരം എന്ന് പറഞ്ഞാൽ തോരണം കെട്ടുന്ന അലങ്കാരത്തെ കുറിച്ച് അല്ല പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാർ തൂക്കുന്നതോ അല്ലെങ്കിൽ ചായം അടിക്കുന്നതോ ആയിട്ടുള്ള ഒരു അലങ്കാരത്തെ കുറിച്ചല്ല പറയുന്നത്. ഈ മജസ്റ്റി എന്ന് പറഞ്ഞാൽ സ്തോത്രം ഒരു 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 പദവിക്കേറ്റതായിട്ടുള്ള ഒരു രാജാവിനേറ്റതായിട്ടുള്ള ഒരു അലങ്കാരമുണ്ട്. ഫോർ എക്സാമ്പിൾ ആമേൻ ഒരു രാജാവിന് വിരിക്കുന്നത് ചുവപ്പ് പരവതാനിയായിരിക്കാം. ആമേൻ എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ ഇങ്കിനകത്ത് വരെ എന്തുണ്ട്, ഒരു ഡെസിഗ്നേഷൻ മറഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ ഇങ്കിനകത്ത് വരെ ഒരു ഡെസിഗ്നേഷൻ മറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അവൻ്റെ ഡെസിഗ്നേഷനെ ദൈവത്തിന് വെളിപ്പെടുത്തണം. അവൻ ആരാണെന്നുള്ളതിനെ ദൈവത്തിന് വെളിപ്പെടുത്തണം. ഞാനതിനെ ഇങ്ങനെ പറയാം, ദൈവം നിങ്ങൾക്ക് നൽകിയ സ്ഥാനത്തിനൊത്തവണ്ണം നിങ്ങൾ ആദരിക്കപ്പെടണമെന്നോ ദൈവം നിങ്ങൾക്ക് നൽകിയ അഭിഷേകത്തിനൊത്തവണ്ണം നിങ്ങൾ അലങ്കരിക്കപ്പെടണമെന്നോ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആമേൻ അലങ്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് പദം എന്തായിരിക്കും? അലങ്കാരത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? അലങ്കോലപ്പെടുക. ആമേൻ മനുഷ്യൻ നിന്റെ കുടുംബത്തെ അലങ്കോലപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, മനുഷ്യൻ നിന്റെ ശുശ്രൂഷയെ അലങ്കോലപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, മനുഷ്യൻ നിന്റെ തലമുറയെ അലങ്കോലപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നീ അലങ്കരിക്കപ്പെടണോ. അപ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, മോശേ നിന്റെ സഹോദരൻ അഹരോനുണ്ടല്ലോ, അവൻ അലങ്കോലപ്പെടരുത്, അവനെ അലങ്കരിക്കണം, അവനെ അലങ്കരിക്കണം. കാരണം ഈ പാളയത്തിൽ ചെലവന്മാരുണ്ട്. ആമേൻ കോരഹും കൂട്ടരും ഉണ്ട്. ആമേൻ ദാദാനും അബീഹും ഉണ്ട്. ഇവർക്കൊക്കെ ഒരു മനസ്സിനകത്തൊരു ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? ഇവനെ അലങ്കോലമാക്കി തീർക്കണമെന്ന്. പക്ഷേ ആ പദ്ധതി എനിക്കറിയാം. അതുകൊണ്ട് അലങ്കോലമാക്കാൻ കാത്തു നിൽക്കുന്ന മനുഷ്യരുടെ മുമ്പാകെ അവനെ അലങ്കാരമാക്കേണ്ടതിന് എനിക്ക് അവനെ ഒരു ഉടുപ്പിടിക്കണം. മോശേ ഇന്ന് രാത്രികാല നിന്റെ കുടുംബം അലങ്കോലപ്പെട്ട് കാണണം, നിന്റെ തലമുറ അലങ്കോലപ്പെട്ട് കാണണോ, നിന്റെ ജീവിതം അലങ്കോലപ്പെട്ട് കാണണമെന്ന് മനുഷ്യ പദ്ധതികൾ എവിടെയോ ഗൂഢാലോചനയുടെ നെരിപ്പോടുകൾ കത്തിക്കുമ്പോൾ സ്വർഗം അപ്പുറത്ത് പറയുകയാണ്, അലങ്കോലപ്പെട്ട് കാണാൻ കാത്തിരിക്കുന്ന മനുഷ്യരുടെ മുൻപാകെ അവനെ അലങ്കരിക്കുന്ന ദൈവമാണ് ഞാൻ. എനിക്കവനെ അലങ്കരിക്കണം. ദൈവത്തിൻ്റെ രണ്ടാഗ്രഹങ്ങളാ. ഒന്ന് അവൻ he should be honored and he should be beautiful. അവൻ മനോഹരമായി നിൽക്കണം. അവനൊരു മാന്യതയും ഉണ്ടാവണം, അവനൊരു മനോഹാരിതയും ഉണ്ടാകണം. ഞാനതിനെ ഇങ്ങനെ ഒരിക്കൽ കൂടെ പറഞ്ഞ് അടുത്ത പോർഷനിലേക്ക് കയറുകയാ. നിനക്കൊരു മാന്യതയും ഉണ്ടാകണം, നിനക്കൊരു മനോഹാരിതയും ഉണ്ടാകണം. നിനക്കൊരു മാന്യതയും ഉണ്ടാകണം, നിനക്കൊരു മനോഹാരിതയും ഉണ്ടാകണം. നിന്റെ വീട് മാന്യമായിരിക്കണം, നിന്റെ വീട് മനോഹരമായിരിക്കണം. നിന്റെ പൊസിഷൻ മാന്യമായിരിക്കണം, നിന്നെ കണ്ടാൽ മനോഹരമായിരിക്കണം. നിന്റെ കുഞ്ഞുങ്ങൾ മാന്യരായിരിക്കണോ, അവരെ കണ്ടാൽ മനോഹരമായിരിക്കണോ. ദൈവത്തിന് ആഗ്രഹമുള്ള രണ്ട് കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയോ മാന്യതയും മനോഹാരിതയോ. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയാ ദൈവത്തിന് എൻ്റെ മാന്യതയും മനോഹാരിതയും ഇഷ്ടമാണ്? ശബ്ദമുയർത്തി എന്നോട് ചേർന്നെന്ന് പറഞ്ഞ്, ദൈവത്തിന് എൻ്റെ മാന്യതയും മനോഹാരിതയും ഇഷ്ടമാണ്. ദൈവത്തിന് എൻ്റെ മാന്യതയും മനോഹാരിതയും ഇഷ്ടമാണ്. ദൈവത്തിന് മാന്യതയും മനോഹാരിതയും ഇഷ്ടമാണ്. ദൈവത്തിന് മാന്യതയും മനോഹാരിതയും ഇഷ്ടമാണ്. ചില നാളുകൾക്ക് മുൻപേ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു. വാട്ട് വിൽ happen to the world if all the world became black and white? ആമേൻ. അതൊരു ആർട്ടിക്കിൾ ആയിരുന്നു. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ലോകത്തിലെ എല്ലാ ബ്രാൻഡുകളും എന്ത് ചെയ്യുകയാണെന്നറിയാമോ? അവരുടെ ബോർഡുകളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുകയാണ്. ബ്ലാക്ക് ആക്കിയതിന് ശേഷം അതിൽ സിൽവർ ലെറ്റർ പതിക്കുകയാണ്. ആമേൻ. ഏറെക്കുറെ ഒത്തിരി 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 ബ്രാൻഡുകൾ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാറാൻ തുടങ്ങി. എന്നാൽ അപ്പോഴൊരു ചോദ്യം, ഒരു ആർട്ടിക്കിൾ വന്നതാണ്, വാട്ട് വിൽ ഹാപ്പൻ ടു ദ വേൾഡ് ഇഫ് ഓൾ ദ വേൾഡ് ബിക്കം ബ്ലാക്ക് ആൻഡ് വൈറ്റ്? എന്നിട്ട് അത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബ്രാൻഡുകൾ ചുവപ്പ് നിറം, മഞ്ഞ നിറം, പച്ച നിറം, നീല നിറം, ഇങ്ങനെ ബ്രാൻഡുകളുടെ കളറിൻ്റെ വ്യത്യാസങ്ങളെ, വിസ്മയങ്ങളെ കുറിച്ച്
കുറിച്ച് പറഞ്ഞൊരു ആർട്ടിക്കിൾ. പക്ഷേ അത് ലോകത്തിലാകമാനം ബ്രാൻഡുകളുടെ ഇടയിൽ അഡ്വർടൈസിങ് മേഖലകളിൽ ഒരു സംസാരമാവുകയോ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഈ ബ്രാൻഡിങ്ങുകളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംസ്കാരം ഒരു പരിധി വരെ നിന്ന് നിൽക്കുകയുമാണ്. ഞാൻ അതിൽ നിന്ന് മടങ്ങി വരികയാണ്. അപ്പോൾ ദൈവം എപ്പോഴും മനുഷ്യൻ്റെ വൈവിധ്യമാർന്ന വർണ്ണങ്ങളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ബഹുവർണ്ണത്തിലുള്ള പൂക്കളെ സൃഷ്ടിക്കുന്നു, ദൈവം ബഹുവർണ്ണത്തിലുള്ള നിറങ്ങളെ സൃഷ്ടിക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിലൊരു ഉടമ്പടി ചെയ്തപ്പോൾ വരെ ദൈവം എങ്ങനെയാണ് ഉടമ്പടി ചെയ്തത്? ബഹുവർണ്ണമുള്ളതായ ഒരു വില്ലിലായിരുന്നു. പെന്തക്കോസുകാരുടെ പ്ലാനിലായിരുന്നെങ്കിൽ അത് എങ്ങനെ ചെയ്യണമായിരുന്നു? ഒരു വെള്ള വില്ല്. ഓ, എന്ത് മനോഹരമായിരുന്നേനെ! ഒരു വിശുദ്ധിയുടെ വില്ല്. അങ്ങനെ വെള്ള വില്ല് അങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ചേലാണെന്ന് പെന്തക്കോസുകാരായിരുന്നു മഴവില്ല് പെന്തക്കോസുകാരായിരുന്നു അങ്ങനെ ഒരു കോൺട്രാക്ട് ഇട്ടിരുന്നതെങ്കിൽ ആമേൻ ഒരു വെള്ള വില്ല് തന്നെ വെച്ചേനെ. ആമേൻ ഇനിയും പെന്തക്കോസൊക്കെ വരുന്നതിന് മുമ്പുള്ളതായ സന്യസ്ത സമൂഹമായിരുന്നെങ്കിൽ പറഞ്ഞേനെ ഒരു കാഷായത്തിന്റെ വില്ല് അങ്ങോട്ട് വിരിച്ചു വെച്ചെങ്കിൽ എന്ത് മനോഹരമായിരുന്നേനെ എന്ന് പറഞ്ഞേനെ. ഇനി അന്ത്യോക്യ സിംഹാസനമായിരുന്നെങ്കിൽ അവര് പറഞ്ഞേനെ നല്ല ചുവപ്പന്റെ നിറമുള്ള ഒരു നല്ല വില്ല് അങ്ങോട്ട് വളച്ചു വെച്ചിരുന്നെങ്കിൽ എന്ത് മനോഹരമായിരുന്നേനെ എന്ന്. പക്ഷെ ദൈവം പച്ചയും മഞ്ഞയും നീലയും ചുവപ്പിനെയും സകലത്തിനെയും വയലറ്റ് തുടങ്ങി റെഡ് വരെയുള്ള സകല വർണ്ണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ദൈവം പറഞ്ഞു, ഞാൻ ചെയ്യുന്ന നിയമത്തിൽ വെള്ള മാത്രമല്ല മഞ്ഞ മാത്രമല്ല, ഞാൻ ചെയ്യുന്ന നിയമത്തിൽ സകല വർണ്ണങ്ങളുമുണ്ട്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകല വർണ്ണങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഞാനിതാ ഒരു നിയമം ചെയ്യുന്നു. ഇതാ എൻ്റെ നിയമത്തിന്റെ വില്ല്. All the colors, all the diverse creed, nations, caste. ഞാൻ ഈ ബഹുസ്വരതകളെ അംഗീകരിക്കുന്നു, ഞാൻ ബഹുവർണ്ണങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിന്റെ മാന്യതയെ സ്നേഹിക്കുന്നു, ഞാൻ നിന്റെ മനോഹാരിതയെ സ്നേഹിക്കുന്നു, ഞാൻ നിന്റെ മാന്യതയെ സ്നേഹിക്കുന്നു, ഞാൻ നിന്റെ മനോഹാരിതയെ സ്നേഹിക്കുന്നു. സ്തോത്രം എൻ്റെ സഹോദരങ്ങളെ. അപ്പം മാന്യതയ്ക്കും മനോഹാരിതയ്ക്കും വേണ്ടി ദൈവം എന്ത് ചെയ്യുകയാണ്? നമ്മളെ ഉടുപ്പിടിപ്പിക്കുകയാണ്. ആമേൻ. ദൈവം ഇടിപ്പിക്കുന്ന ഉടുപ്പുകളിലേക്കൊക്കെ സാവകാശം വരെ ഈ പോയിന്റുകളെ നിങ്ങൾ ഓർത്തു വെച്ചോണം. അടുത്തതായി 28-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 28-ാം അധ്യായം 3-ാം വാക്യം വായിക്കാമോ? അഹരോൻ എനിക്ക് ചെയ്യുവാൻ തക്കവണ്ണം, അത് ചേർത്ത് വായിക്കാമോ? ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് ശുശ്രൂഷ ചെയ്യാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കണം. അപ്പൊ എന്തിനു വേണ്ടി ശുദ്ധീകരിക്കണം? ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ശുശ്രൂഷ ചെയ്യത്തക്കവണ്ണമുള്ള ഒരു വിശുദ്ധിയിലേക്ക് അവൻ കടക്കണം. അവൻ എത്ര തന്നെത്താൻ വിശുദ്ധീകരിച്ചാലും ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു വിശുദ്ധി അവന് കിട്ടത്തില്ല. അവൻ എത്ര കഴുകിയാലും അവൻ എത്ര തൈലം പൂശിയാലും അവൻ എന്നെ ശുശ്രൂഷിപ്പാൻ വിശുദ്ധനാകത്തില്ല. അവൻ എത്ര പരിശ്രമിച്ചാലും അവന് കൊണപ്പെടാൻ പറ്റുന്നതിന് പരിധിയുണ്ട്, അവന് പ്രാർത്ഥിക്കാൻ പറ്റുന്നതിന് പരിധിയുണ്ട്, അവന് ക്ഷമിക്കാൻ പറ്റുന്നതിന് പരിധിയുണ്ട്. പക്ഷേ അവന്റെ ബലഹീനതകളെ മറച്ചു പിടിച്ച്, അവന്റെ നഗ്നതയെ മറച്ചു പിടിച്ച് അവനെ എന്റെ ശുശ്രൂഷകനാക്കുവാൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ തക്കവണ്ണം അവന് വിശുദ്ധനാകാൻ കഴിയും. അവന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തക്കവണ്ണം ഒരു വിശുദ്ധി അവന് പ്രാപിക്കാൻ പറ്റും. അവന് വീട് കിട്ടാൻ തക്കവണ്ണം ഒരു വിശുദ്ധി അവന് പ്രാപിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ ആലയത്തിന്റെ പടി ചവിട്ടാൻ അവൻ ഒരിക്കലും ആ വിശുദ്ധി കൊണ്ട് കഴിയത്തില്ല. മനുഷ്യരുടെ മുമ്പിലൊക്കെയും അവൻ വിശുദ്ധനായിരിക്കും. പക്ഷേ അവൻ എൻ്റെ ആലയത്തിലെ പടി ചവിട്ടുമ്പോൾ ആ പടികൾ പോലും അവന്റെ ബലഹീനത കാണാതിരിക്കേണ്ടതിന് അവൻ ഒരു കാൽച്ചട്ട ഉണ്ടാക്കണം.
അവൻ വിശുദ്ധനാകുന്നത് അവന്റെ ജഡത്താലല്ല, പകരം ഞാൻ അവന് കൊടുക്കുന്ന ഉടുപ്പിനാലത്രേ. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, എന്റെ അപ്രാപ്തി അറിഞ്ഞ് എനിക്ക് ഉടുപ്പുണ്ടാക്കി തരുന്ന ദൈവം. ഓ, അതുകൊണ്ട് ആ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായം അതിന്റെ 3-ാം അധ്യായം 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. ഇത് പൗലോസ് വെറുതെ പറയുകയല്ല. പഴയ നിയമം ലേവ്യ പുരോഹിതന്, മഹാപുരോഹിതനാകണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ കാൽച്ചട്ടയും അവൻ ചണനൂൽ കൊണ്ടുള്ള വസ്ത്രവും ധരിച്ച് അതിൻ്റെ മീതെ പിരിച്ച പഞ്ഞിനൂലും കൊണ്ടുള്ള അങ്കിയോ, അതിൻ്റെ മീതെ മഹത്വത്തിനും അലങ്കാരത്തിനുമായുള്ള ചുമൽക്കണ്ടങ്ങളും അരക്കച്ചയും മാർപ്പതക്കവും നെറ്റിപ്പട്ടവും കെട്ടി അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതാണ് അവൻ്റെ പ്രാപ്തി എങ്കിൽ, പുതിയ നിയമത്തിൽ പൗലോസ് പറയുകയാണ്, അതെ, ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ അതിൻ്റെ 6-ാം വാക്യത്തിൽ അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി. അതിന്റെ 5-ാം വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അതിന്റെ തൊട്ട് മുകളിൽ ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പ്രാപ്തിയില്ല. ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പ്രാപ്തിയില്ല. ഓ, ഇന്ന് രാത്രി അമേൻ അതിൻ്റെ ഒരു ഭാഗം പറഞ്ഞാൽ, അമേൻ, നിങ്ങൾ നാളെ മസ്കറ്റിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറി നാട്ടിൽ പോകുന്ന ഇന്ന് രാത്രി പോയിരുന്നു സ്വപ്നം കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, ഫസ്റ്റ് ക്ലാസ്സിലോ ബിസിനസ് ക്ലാസ്സിലോ ഒക്കെ കയറുന്നത് വേണമെങ്കിൽ കാണാം. നടക്കാത്ത സ്വപ്നമൊക്കെ എന്തിനാ എൻ്റെ ഭാഷയെ കണ്ട് മെനക്കേട് പിടിക്കുന്നത്? രാത്രി ഉള്ള സമയം സമാധാനമായിട്ട് കിടന്ന് ഞങ്ങളങ്ങ് ഉറങ്ങിക്കോട്ടെ. അപ്പൊ സ്വപ്നം കാണാൻ പോലും പ്രാപ്തിയില്ലാത്ത ഇടത്ത് ദൈവം ആ പ്രാപ്തി നൽകി. സ്വപ്നം കാണാൻ പോലും പ്രാപ്തിയില്ലാത്ത വിഷയങ്ങൾക്കകത്ത് ദൈവം പ്രാപ്തി നൽകിയെന്ന്. കാരണം പൗലോസ് പറയുമ്പോ അതിനകത്തൊരു കാര്യമുണ്ട്. ഇസ്രായേല്യ ഗോത്രങ്ങളിലെ ഏറ്റവും ചെറിയ ഗോത്രമാണ് ഏത്? ബെന്യാമീൻ ഗോത്രം. ഇനി ഇവന്റെ അപ്പൻ ഇവനിട്ടേക്കുന്ന പേരെന്തുവെന്നറിയാമോ? ശൗല്. രാജ്യത്വം നഷ്ടപ്പെട്ട, അഭിഷേകം നഷ്ടപ്പെട്ട അമാലേക്കിന്റെ കയ്യിൽ ഗിൽബോവ പർവ്വതത്തിൽ കുന്തത്തിൽ ചാരി ചത്തൊടുങ്ങിയ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന്റെ പേര്. പൗലോസെ സ്വപ്നം കാണാൻ പറ്റുമോ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നത്? ഇപ്പൊ പൗലോസ് പറയുക, എന്റെ കുലം വെച്ച്, ഗോത്രം വെച്ച്, ജാതി വെച്ച് എനിക്ക് സ്വപ്നം കാണാൻ കഴിയത്തില്ല ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുമെന്ന്. പക്ഷേ ദൈവം എനിക്കൊരു ഉടുപ്പ് തയ്പ്പിച്ചു തന്നു. എന്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറമായ ഒരു ശുശ്രൂഷ പദവി. ജീസസ്, ജീസസ്. ദൈവത്തിന്റെ പദവി, ദൈവത്തിന്റെ ഉടുപ്പ് നിനക്കൊരു പ്രാപ്തിയെ തരും. സ്വപ്നം കാണാൻ കഴിയാത്ത വിഷയങ്ങളിൽ ദൈവം നിന്നെ പ്രാപ്തനാക്കും. സ്വപ്നം കാണാൻ കഴിയാത്ത വിഷയങ്ങളിൽ ദൈവം നിന്നെ പ്രാപ്തനാക്കും. 100 വയസ്സുള്ള അബ്രഹാമിന് മകൻ ജനിക്കുമെന്ന് സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയ സാറ ഗർഭം ധരിക്കുമെന്ന് ആമേൻ ഗൈനക്കോളജിയിൽ PhD എടുത്തവന് പോലും സ്വപ്നം കാണാൻ കഴിയാതിരിക്കുമ്പോ ദൈവം അവന്റെ വീട്ടിൽ കയറി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്കൊരു ഉടുപ്പ് തരുവാ. അത് നിന്റെ അപ്രാപ്തികളിൽ ഞാൻ തരുന്ന പ്രാപ്തിയാ. അവൻ ശുശ്രൂഷകനായിരിക്കത്തക്കവണ്ണം ഒരു വിശുദ്ധിയിലേക്ക് എത്തേണ്ടതിന് പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ടും അഹരോന്റെ പുത്രന്മാരിൽ 2 പേര് അകത്ത് ചെന്നപ്പോ തട്ടിപ്പോയി. കർത്താവ് കുറച്ചും കൂടെ അവന് പ്രാപ്തി കൊടുത്തു.
നീ ഇനി വരുമ്പോ അല്ല എന്തോ ചെയ്യണം, ഒരു പാത്രത്തിൽ രക്തവും കൂടെ എടുത്തിങ്ങ് കയറി വരണം. അപ്പം പിന്നെ ഒരു കാരണവശാലും എന്തോ പറ്റത്തില്ല, നീ ചത്തുപോകത്തില്ല. പഴയ നിയമത്തിൽ അതും പ്രൊഫസിയാ. ന്യായപ്രമാണത്തിൽ മനുഷ്യന്റെ ലംഘനം കൊണ്ട് മരിച്ചു വീഴുമ്പോൾ മഹാപുരോഹിതൻ പിൽക്കാലത്ത് രക്തവും കൊണ്ട് അകത്തു കയറും, മരിക്കത്തില്ല. പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തം നിന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന്. പോട്ടെ, ഞാൻ മുമ്പോട്ട് വരിക. അഹരോന് ഒരു ഉടുപ്പുണ്ടാക്കി കൊടുക്കണം. അതിനെന്തിനാണെന്നറിയാമോ? അവൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ശുദ്ധീകരിക്കേണ്ടതിന്. അതവൻ എത്ര ചിന്തിച്ചാലും നടക്കത്തില്ല. ഈ സോപ്പ് കൊണ്ട് കഴുകിയാലും നടക്കത്തില്ല. ആമേൻ. ഇതാണ് രൂപാന്തരമലയിൽ ശിഷ്യന്മാര് കണ്ടു. ഭൂമിയിൽ ഒരു മനുഷ്യനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്ത ഒരു ഉടുപ്പ് യേശു ഇട്ടിരിക്കുന്നു. മഹാപുരോഹിതനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വസ്ത്രത്തെ കണ്ടിട്ട് പറയുകയാണ്, ആമേൻ, ഭൂമിയിൽ ഒരു മനുഷ്യനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്തത്. ഇന്ന് രാത്രി നിന്റെ അപ്രാപ്തികളെ, നിന്റെ കുലത്തിൻ്റെ അപ്രാപ്തികളെ, നിന്റെ കുടുംബത്തിൻ്റെ അപ്രാപ്തികളെ, നിന്റെ അപ്പൻ്റെ വല്യപ്പൻ്റെ അപ്രാപ്തികളെ, നിന്റെ അമ്മയുടെ വല്യമ്മയുടെ അപ്രാപ്തികളെ മായ്ച്ചു കളയുന്ന ഒരു ഉടുപ്പ്, നിന്നെ ഒരു പദവിയിൽ കയറ്റുന്ന ഉടുപ്പ്, നിന്നെ അലങ്കരിക്കുന്ന ഉടുപ്പ്, നിന്നെ മാനിക്കുന്ന ഉടുപ്പ്, ഈ 2024 അവസാനം ദൈവം നിന്നെ ധരിപ്പിക്കുമെന്ന് ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് ഉറപ്പ് പറയുന്നു. അതിന്റെ 3-ാം വാക്യം ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. ആമേൻ. അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ആത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം. ആർക്കു വേണ്ടിയാ ഉടുപ്പ് തയ്പ്പിക്കുന്നേ? ആർക്കു വേണ്ടിയാ ഉടുപ്പ് തയ്പ്പിക്കുന്നേ? അഹരോന് വേണ്ടി. ഉടുപ്പിന്റെ കാര്യം അഹരോന്റെ അടുക്കൽ ദൈവം എന്തെല്ലാം കാര്യം പറഞ്ഞു? അഹരോന്റെ അടുക്കൽ എന്തോ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അഹരോന്റെ വീട്ടിലെ അഹരോന്റെ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, മോശേ, നീ അവൻ്റെ സഹോദരനല്ലേ, അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നമ്മുടെ അഹരോനെ നമുക്കൊരു ഉടുപ്പ് തയ്പ്പിച്ചു കൊടുക്കണം കേട്ടോ. അവന് ദേശത്തൊരു മാന്യത വേണം, അവനൊരു അലങ്കാരം വേണം. അതുകൊണ്ട് അഹരോന് നമുക്കൊരു ഉടുപ്പ് തയ്പ്പിച്ചു കൊടുക്കണം. ഞാൻ ഇച്ചിരി കടന്നു പറയുക. മോശെ ദൈവവും കൂടി ഇത് സംസാരിച്ചപ്പം ചിലപ്പോൾ അഹരോൻ എന്തോ എടുക്കുമായിരുന്നായിരിക്കും? അഹരോൻ കിടന്ന് ഉറങ്ങുമായിരിക്കും. അഹരോൻ കിടന്ന് ഉറങ്ങുമ്പം ദൈവം മോശെ എടുത്ത് പറയാം, മോശേ, നമ്മുടെ അഹരോനില്ലേ, നമുക്ക് അവനൊരു ഉടുപ്പ് തയ്പ്പിച്ചു കൊടുക്കണം കേട്ടോ. അവനെ മാന്യനാക്കണം, അവനെ നല്ല ബ്യൂട്ടി ആക്കണം. അതിന് നമുക്ക് അവനൊരു ഉടുപ്പ് തയ്പ്പിച്ചു കൊടുക്കണം. അവൻ ഈ പരുവത്തിലൊന്നും നടന്ന് അവനെ കണ്ടിട്ടൊരു ഷോ ഇല്ലടാ, അവനൊരു ഗെറ്റപ്പ് ഇല്ലെന്നേ. അതുകൊണ്ട് അവനൊരു ഗെറ്റപ്പ് ഒക്കെ വരേണ്ടിയതിന് നമുക്കൊരു ഉടുപ്പ് തയ്പ്പിച്ചു കൊടുക്കണം. മോശ ഇങ്ങനെ വണ്ടടിച്ച് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങള് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഇട്ട തുണിയാ, ഇതുവരെ ഇത് മാറിയിട്ടില്ല. 40 വർഷം തീർന്നിട്ടും മാറിയിട്ടില്ലെന്നുള്ളതാ ബൈബിള് പറയുന്നത്. ഇസ്രായേലിനും മിസ്രൈമിൽ എത്ര ചെരുപ്പ് കിട്ടി? എത്ര ചെരുപ്പ് കിട്ടി? ഒരു ചെരുപ്പ്. എത്ര ഉടുപ്പ് കിട്ടി? ഒരു ഉടുപ്പ്. അമ്മ, കഴിഞ്ഞ ദിവസം ഞാൻ ഏരിയാവിൻ്റെ ദോശക്കാര്യം പറഞ്ഞതുപോലെ, കർത്താവേ, ഇസ്രായേലിനെ മരുഭൂമിയിൽ നടത്തിയതുപോലെ ഞങ്ങളെ നടത്തണമെന്ന് പറയാമെങ്കിൽ, ദൈവമേ, കർത്താവിൻ്റെ അവസ്ഥയെ. ആമേൻ. നമുക്ക് 6 മാസം കൂടുമ്പം അടുത്തത് കിട്ടിയില്ലെങ്കിൽ അറിയാം സങ്കടം. പിന്നെ പിള്ളേരൊക്കെ ആണെങ്കിൽ ചെരുപ്പ് മാറാൻ സമയമായിട്ടും അപ്പനും അമ്മയും മൈൻഡ് ചെയ്തില്ല, എന്തോ ചെയ്യും? വലിച്ചങ്ങ് പൊട്ടിക്കും. ആമേ. ഈ 40 ദിവസം ദൈവം പൊട്ടാൻ അനുവദിച്ചുമില്ല, കൊച്ചു പിള്ളേർ എന്തോ ഇതുമില്ല, പൊട്ടിച്ചുമില്ല. പോട്ടെ, നമുക്ക് ഇനി തിരിച്ചു വരാം. അപ്പൊ ദൈവം മോശയുടെ അടുക്ക പറയാം, മോശയ്ക്ക് പോലും ദൈവം ഇത് എന്ത് ചെയ്തില്ല? ഒരു ഉടുപ്പുണ്ടാക്കി കൊടുത്തില്ല. ഉള്ള ചെരുപ്പും കൂടി ഊരിക്കളയാൻ പറഞ്ഞതേ ഉള്ളൂ.
എന്നാൽ പകരം ഒരു ചെരുപ്പ് മേടിച്ചു കൊടുത്തോ ദൈവം? ഇല്ല. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന അഹരോന് വേണ്ടി ദൈവം പറയാം, നമുക്ക് എന്തോ ചെയ്യാം, അഹരോൻ്റെ ഒരു ഉടുപ്പുണ്ടാക്കി കൊടുക്കാം. മോശ ദൈവത്തോട് ചോദിച്ചാണ്, കർത്താവേ ഞാനിപ്പോൾ എന്തോ ഉടുപ്പ് എവിടെ പോയി ഉണ്ടാക്കും? അപ്പം ദൈവം മോശയുടെ അടുക്ക പറയാം, മോശേ നീ വിഷമിക്കണ്ട, നീ പോയി അവിടെയുള്ള ബെസലേലിൻ്റെ അടുക്കലും ഓഹോലിയോബിൻ്റെ അടുക്കലും പറയണം അഹരോൻ ഒരു നല്ല ഉടുപ്പ് തയ്പ്പിച്ചു കൊടുക്കാൻ. അത് തയ്പ്പിക്കാനുള്ള ജ്ഞാനം ഞാൻ അവരുടെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അഹരോൻ്റെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ ഒന്ന് നോക്കിയേ. അഹരോൻ ഉടുപ്പുണ്ടാക്കാൻ വേണ്ടി ദൈവം ഒരാൾക്ക് ഐഡിയ ഉണ്ടാക്കി കൊടുക്കുന്നു. ആ ഐഡിയക്കാരനെ കാശ് കൊടുത്ത് ആ പണി ഏൽപ്പിക്കാൻ ദൈവം ഒരു മാനേജറിനെ പറഞ്ഞാക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ അഹരോൻ സുഖമായി. ഈ 2024 അവസാനം നീ അറിഞ്ഞാട്ടെ, നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിനക്ക് വേണ്ടി ചിലരോടൊക്കെ ദൈവം സംസാരിക്കുകയാണ്. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ ചിലരോടൊക്കെ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കുകയാണ്. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം നിന്നെക്കുറിച്ച് ചിലരോട് സംസാരിക്കുകയാണ്. ഈ 2024 അത് അനുഭവിക്കുന്നില്ലേ? ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലരോടൊക്കെ സംസാരിച്ചത്. ഇന്ന് വരെ ജീവിതത്തിൽ ഈ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. എത്രയോ തവണകളിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്നിടത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഒന്നുമില്ല എങ്കിൽ നിങ്ങൾ വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന മനുഷ്യൻ നിങ്ങളെ വിളിച്ച് എന്തുകൊണ്ട് സുഖമായിട്ടിരിക്കുന്നോ, ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ നിന്നെ ഓർത്തെന്നെങ്കിലും പറഞ്ഞിട്ടില്ലേ? അത് ദൈവം നിന്നെ കുറിച്ച് ചിലരോട് പറഞ്ഞതാ. ജീസസ്, ആമേൻ. പക്ഷേ ദാവീദ് തൻ്റെ മകൻ ശലോമോനോട് പറഞ്ഞു, മോനെ, ഭൂമിയിൽ ആരോട് ദൈവം നിന്നെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കും. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, നിന്നെക്കുറിച്ച് ദൈവം ഏതെങ്കിലും മാമൻ്റെ മാമിയുടെ അടുക്ക പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അത് പറഞ്ഞാലും പറഞ്ഞില്ലേലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ദൈവം എനിക്കും നിനക്കും വേണ്ടി തൻ്റെ ദൂതന്മാരോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ദൈവം മോശയുടെ അടുക്ക പറ, മോശേ നീ ചെന്ന് സകല ജ്ഞാനികളുടെ അടുക്ക പറയണം, ആമേൻ, അഹരോന് ഒരു ഉടുപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, നിലയങ്കി, മുടി. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവർ അവനും അവൻ്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അത് മലയാളത്തിന് അകത്തെക്കാട്ടിലും ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ആ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഒന്ന് ശ്രദ്ധിക്കാമോ? ദാറ്റ് ഹി മേ മിനിസ്റ്റർ അണ്ടു മീ എന്നായിരുന്നെങ്കിൽ ഇതിന് വലിയൊരു പ്രാധാന്യതയില്ല. പക്ഷേ അതിൻ്റെ അപ്പുറം പറയുകയാണ്, that he may minister unto me in the priest's office. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു യൂബർ വിളിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ ഊബർ ഇന്ന കളർ വേണമെന്ന് പറയുമോ? വണ്ടി ഇല്ല. ഊബറിൻ്റെ ഡ്രൈവർക്ക് ഇന്ന യൂണിഫോം വേണമെന്ന് പറയുമോ? ഇല്ല. അത് അവരുടെ കാര്യം. എനിക്ക് ഇവിടുന്ന് അവിടെ വരെ പോയാൽ മതി. പക്ഷേ നിങ്ങളുടെ ഡ്രൈവർ ഓഫീസിൽ ഒരുത്തരെ ഡ്യൂട്ടിക്കിരുത്തിയാൽ, അവന് ഇൻ്റർവ്യൂ പാസ്സായാൽ ആദ്യം എന്ത് പറയും? എൻ്റെ ഡ്രൈവർക്ക് ഒരു യൂണിഫോം. നാളെ നീ എവിടെങ്കിലും ചെന്ന് നിന്നാൽ നീ എൻ്റെ ഡ്രൈവറാണെന്ന് നാട്ടുകാരറിയും. നീ ആ യൂണിഫോം ഇട്ട് എൻ്റെ ബാഗും പിടിച്ച് എൻ്റെ ഓഫീസിലേക്ക് കയറി വന്നാൽ ആരും ചോദിക്കത്തില്ല, എടാ സാറിൻ്റെ പെട്ടി എന്തിനാ നീ എടുത്തെന്ന് ആരെങ്കിലും ചോദിക്കുമോ? ചോദിക്കത്തില്ല. നിനക്കൊരു നീ എങ്ങനെങ്കിലും ചെയ്തിട്ട് പോയാൽ പോരല്ലോ. നിനക്കൊരു യൂണിഫോം വേണം. ആ യൂണിഫോം ഇട്ടാൽ നിനക്കൊരു ഐഡന്റിറ്റി. നീ എനിക്ക് മിനിസ്റ്റർ ചെയ്താൽ പോരാ, നീ എനിക്ക് പ്രീസ്റ്റ് ഓഫീസിൽ നിന്ന് മിനിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞാൽ നീ എനിക്ക് എന്തെങ്കിലും ചെയ്താൽ പോരാ,
നീ എൻ്റെ സ്റ്റാഫായിട്ട് നീയും ഞാനും കൂടെ ഒരു ബോണ്ട് ഉണ്ടാക്കി, നീയും ഞാനും കൂടെ ഒരു കവനൻ്റ് ഉണ്ടാക്കി, നമ്മൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി, നീ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു റെപ്യൂട്ടഡ് മിനിസ്റ്റർ ആയിരിക്കണം. ജീസസ്, റെപ്യൂട്ടഡ് മിനിസ്റ്റർ ആയിരിക്കണം. നീ എനിക്ക് ശുശ്രൂഷ ചെയ്യണമെന്നാണോ പറഞ്ഞത്? അല്ല, നീ എനിക്ക് പ്രീസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു ശുശ്രൂഷ ചെയ്യണം. നിങ്ങളുടെ ഹോസ്പിറ്റലിലും ഒക്കെ ബാങ്ക് നേഴ്സ് വരുമായിരിക്കുമല്ലോ, അല്ലേ? ബാങ്ക് നേഴ്സ് വരത്തില്ലേ? ഇവിടെ ആവശ്യം കാണത്തില്ല. വെസ്റ്റേൺ കൺട്രീസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ബാങ്ക് നേഴ്സിനെ വിളിക്കും. അതായത് സ്റ്റാഫ് ഷോർട്ടേജ് ആയത് കാരണം ബാങ്ക് വിടുമ്പോൾ 1.5 സാലറി കാണും. 1.5 സാലറി കാണും. ഏത് ഹോസ്പിറ്റലിൽ നിന്നും എവിടെയും എന്ത് ചെയ്യാം. ഇപ്പോൾ UK ആണെങ്കിൽ NHS-നകത്തുള്ള ആർക്കും എവിടെയും പോയി ചെയ്യാം. US-ലാണെങ്കിൽ RN പാസ്സായതാണെങ്കിൽ ആ RN-ൻ്റെ രജിസ്റ്റേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഏത് ഹോസ്പിറ്റലിലും പോകാം. അവർക്ക് ബാഡ്ജ് ഉണ്ടോ? അവർക്ക് പിന്നെ ഡോറെ സ്വൈപ്പ് ചെയ്യുന്ന, അല്ലെ ഡോറെ തൊടുന്ന് പറഞ്ഞാൽ നടിച്ച് തുറന്നു വരുന്ന ചിപ്പുള്ള ID കാർഡുണ്ടോ? ഒന്നുമില്ല. ഇവർ രാവിലെ ഇവരെല്ലാവരും കൂടെ അവിടെ ചെന്ന് ഹഡിലിൻ്റെ സ്ഥാനത്ത് ഒരിടത്ത് മാറി നിൽക്കും. അവരെ വിളിച്ച് ഇത് കൊടുക്കും. അവർക്ക് ഏതാ അവരുടെ ബാൻഡെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അവർ ഇട്ടുകൊണ്ട് ചെല്ലുന്ന ഡ്രസ്സിൽ തന്നെ എന്തോ ചെയ്യും, അവരവിടെ ചെയ്തിട്ട് പോകും. അവർ ചെയ്താലും ചെയ്തില്ലേലും സാലറി കിട്ടും. പക്ഷെ അത് അത്രയുമേ ഉള്ളൂ. പക്ഷേ ദൈവം പറയാം, നീ ഒരു ബാങ്ക് സ്റ്റാഫായിട്ട് ഇവിടെ വന്ന് എന്തെങ്കിലും ജോലി ചെയ്തിട്ട് പോയാൽ പോരാ. പകരം നീ എന്ത് ചെയ്യണം? നീ എൻ്റെ ഒരു സ്റ്റാഫായിട്ടിരിക്കണം. നീ എൻ്റേതായിരിക്കണം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, ദൈവം നിനക്കൊരു ഉടുപ്പുണ്ടാക്കി തരുന്നത് നിന്നിൽ നിന്ന് എന്തെങ്കിലും പണിയെടുപ്പിക്കാൻ വേണ്ടിയല്ല, നീ ദൈവത്തിൻ്റെ വകയാണെന്ന് ലോകത്തെ ഒന്ന് അറിയിക്കാനാ. നിനക്കൊരു ഐഡന്റിറ്റി തരാൻ, നിനക്കൊരു റെപ്യൂട്ടേഷൻ തരാൻ, നിനക്കൊരു ഡിഗ്നിറ്റി തരാൻ, അതിനു വേണ്ടിയാണ് ദൈവം നിനക്ക് എന്ത് ചെയ്യുന്നത്? ഒരു ഉടുപ്പ് തയ്പ്പിച്ചു തരുന്നത്. എ ഗാർമെന്റ് ഓഫ് റെപ്യൂട്ടേഷൻ, എ ഗാർമെന്റ് ഓഫ് ഡിഗ്നിറ്റി. ഇന്ന് രാത്രി നീ തിരിച്ചറിയണോ, ദൈവം നിനക്കൊരു ഉടുപ്പ് തയ്പ്പിച്ചു തന്ന നീ ഏതവനാണ്, നീ എവിടുത്തവനാണെന്ന് പിശാചി മണ്ഡലങ്ങൾ ലോകം നിന്നോട് ചോദിക്കത്തില്ല. നിനക്കൊരു അഡ്രസ് ഉണ്ട്, നീ ദൈവത്തിന്റെ ദാസനാ. അതുകൊണ്ടാ ദൈവം അഹരോന്റെ അടുക്ക പറഞ്ഞു, നിന്റെ അപ്പൻ ചത്താ പോലും നീ ഉടുപ്പ് കീറരുത്. അത് ഞാൻ നിനക്ക് നൽകിയ ഡിഗ്നിറ്റിയാ, അത് ഞാൻ നിനക്ക് നൽകിയ അഡ്രസ്സാ, അത് ഞാൻ നിനക്ക് നൽകിയ റെപ്യൂട്ടേഷനാ. ഈ രാത്രി ദൈവം നിന്റെ മേൽ ഒരു ഉടുപ്പ് തയ്പ്പിച്ചിടുകയാ. നിനക്കൊരു റെപ്യൂട്ടേഷൻ വേണ്ടായോ? നിനക്കൊരു ഡിഗ്നിറ്റി വേണ്ടായോ? നിനക്കൊരു അന്തസ് വേണ്ടായോ? നിനക്കൊരു പേര് വേണ്ടായോ? ലബജാരഗണ്ഡലം ചരം തരാതിയ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോ, ആമേൻ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോ യേശു കർത്താവ് 6-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. എന്നിട്ട് അവരിൽ 12 പേരെ തെരഞ്ഞെടുത്തു. എന്നിട്ട് അവർക്ക് ദൈവം ഒരു പേരിട്ടു. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്കൊരു പേരിടും. ദൈവം നിനക്കൊരു പേരിട്ടോ. ആമേൻ. ഓരോരുത്തർക്കും ഓരോ പേരിട്ടെന്നാണോ പറഞ്ഞത്? അല്ല, ദൈവം അന്ന് വരെ ലോകത്തിൽ ഇല്ലാത്ത ഒരു പുതിയ പൊസിഷൻ അവിടെ ഉണ്ടാക്കി. ഏതാണ് ആ പൊസിഷൻ? അപ്പോസ്റ്റലിക് പൊസിഷൻ, അപ്പോസ്റ്റലിക് ഓഫീസ്. ഇന്ന് രാത്രി നീ തിരിച്ചറിയണോ, നിനക്ക് വേണ്ടി ദൈവം ഒരു പൊസിഷൻ ഉണ്ടാക്കി, നിനക്ക് വേണ്ടി ദൈവം ഒരു അഡ്രസ് ഉണ്ടാക്കി, നിനക്ക് വേണ്ടി ദൈവം ഒരു പേരുണ്ടാക്കോ. അതാ ദൈവം നിനക്ക് നൽകുന്ന ഉടുപ്പ്. അവനൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാകണം, അവനൊരു മാന്യത ഉണ്ടാകണം.
അതിനവൻ ഒരു ഉടുപ്പ് നമുക്കുണ്ടാക്കി കൊടുക്കണം. അതിനൊരു ഉടുപ്പ് നമുക്കുണ്ടാക്കി കൊടുക്കണം. എൻ്റെ സഹോദരങ്ങളെ, ആമേൻ, ഒരു ലെവലിന് മുകളിലൊക്കെ ആൾക്കാർ വളർന്നു കഴിഞ്ഞാൽ, അംബാനിയുടെ അവിടെ വരെ ഒന്നും പോണ്ട, അതിൻ്റെ താഴെ, ഞാൻ ആൾക്കാരുടെ പേര് പറയുന്നില്ല, ഞാൻ അങ്ങനെയുള്ള ചിലരുടെ വീട്ടിൽ ഞാൻ ഭക്ഷണത്തിന് ചെന്ന് ഇരുന്നിട്ടുള്ളപ്പോൾ ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ട്. ആ ഡൈനിങ് ടേബിളിൽ ചെന്നാൽ നമ്മൾ ആരും ഭക്ഷണം വിളമ്പാൻ എടുത്ത് കഴിക്കാൻ നമുക്ക് ആർക്കും എന്തില്ലെന്നറിയാമോ? അനുവാദമില്ല. നമ്മളെല്ലാം അവിടെ ഇരിക്കുകയാകാവൂ. ആ സമയത്ത് രണ്ടുപേര് ആ ടേബിളിൽ വരിക. എടുത്ത് കഴിക്കാനും പറ്റത്തില്ല, ഇവിടുന്ന് അവിടെ വരെ ഉണ്ട് ടേബിള്. അപ്പം നമ്മളിങ്ങനെ ഇരുന്നാൽ മതി, അവിടെ എടുത്തു തരാൻ വരിക. ആ കൊച്ചേട്ടനും ആ ചേച്ചിക്കും ഒക്കെ എന്താണെന്നറിയാമോ? അവർക്കെല്ലാം യൂണിഫോം കാണോ? അവരെല്ലാം യൂണിഫോം ഇട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഭക്ഷണം നമുക്ക് എടുത്തു തരുന്നത്. അതാ യജമാനൻ്റെ ഒരു അന്തസ്സ. അപ്പം എൻ്റെ അടുത്തിരുന്ന ആൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ചോദിച്ചോ, അവരുടെ രണ്ടുപേരുടെയും ഡ്രസ്സ് കണ്ടോ? സെയിമാ. ഇതെന്താണെന്നറിയാമോ? ഇവിടുത്തെ തൂപ്പുകാരനൊരു ഡ്രസ്സുണ്ട്, കുക്കിനൊരു ഡ്രസ്സുണ്ട്, സെർവ് ചെയ്യുന്ന ആൾക്കൊരു ഡ്രസ്സുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവസാനം ഞങ്ങൾ കൈ കഴുകാൻ പോകുമ്പോൾ ആ വീട്ടിലെ കുക്കിനെ ഇദ്ദേഹം പേര് ചൊല്ലി വിളിച്ചോ. എന്നിട്ട് വിളിച്ചു ചോദിച്ചോ, ഇവിടെ സ്വീറ്റ് ഒന്നും ഇല്ലയോ എന്ന് ചോദിച്ചോ. അന്നേരമാണ് കുക്ക് പതുക്കെ ഇങ്ങനെ വെളിയിലോട്ട് വന്നോ. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് വേറെ ഒരു കളറിലെ യൂണിഫോം കണ്ടോ. ഓരോരുത്തരുടെ ഓഫീസിനനുസരിച്ച് എന്ത് ചെയ്യുകയാ? ഉടുപ്പുണ്ടാക്കി കൊടുക്കുക. ഇതൊരു വീട്ടിനകത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു സ്ഥാപനത്തിനകത്തെ കാര്യമല്ല, ഒരു വീട്ടിനകത്തെ കാര്യമാണ്. ഇന്ന് കേറ്ററിങ്ങിനൊക്കെ യൂണിഫോം ഉണ്ട്, അത് വേറെ കാര്യം, അത് പോകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ കമ്പനി സ്റ്റാഫ് ആണെങ്കിൽ, ദൈവത്തിൻ്റെ ഹോം സ്റ്റാഫ് ആണെങ്കിൽ എന്തോ ഉണ്ടായിരിക്കുക, ഒരു യൂണിഫോം തയ്പ്പിച്ച് തരുമോ? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുക. നിങ്ങളൊക്കെ പല കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാ, നിങ്ങളൊക്കെ പല ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നവരാ. ഇന്ന് വരെ നിങ്ങളാരിൽ നിങ്ങളുടെ ചെലവിന് യൂണിഫോം അടിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ ചെലവിൽ നിങ്ങൾ യൂണിഫോം അടിക്കത്തില്ല. അത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, നിനക്ക് റെപ്യൂട്ടേഷൻ തരിക എന്നുള്ളത് അത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. നിനക്ക് മാന്യത തരിക എന്നുള്ളത് അത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി നിൽക്ക്. അവൻ 12 പേരെ അടുത്തു വിളിച്ചോ, അവരെ തെരഞ്ഞെടുത്തോ, അവർക്ക് ദൈവം ഒരു പുതിയ റെപ്യൂട്ടേഷൻ നൽകി. ഇന്ന് രാത്രി എത്ര പേർ തിരിച്ചറിയുന്നു? അതുകൊണ്ടായി എഫെസ്യ ലേഖന 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എഫെസ്യ ലേഖന 4-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തുവെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി ചെയ്യാൻ ഒരു അവസരം കൊടുത്തെന്നാണോ പറഞ്ഞത്? 5 ഓഫീസസ് ഇൻ ദ ചർച്ച് ഓഫ് ഗോഡ്. ദൈവസഭയ്ക്കകത്തുള്ള 5 ഓഫീസുകളാണ് നിയമിച്ചു എന്നാ പറഞ്ഞത്. നിയമിച്ചു, 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 നിയമിച്ചു. ഓഫർ ലെറ്റർ അല്ല കൊടുത്തത്. ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് തിരിച്ചയക്കുമ്പോ രണ്ടാമത് അവൻ നിന്നെ കൊണ്ടൊന്ന് സൈൻ ചെയ്യിപ്പിക്കോ, അത് കോൺട്രാക്ട് ആണ് സൈൻ ചെയ്യിപ്പിക്കുന്നത്. ഇന്ന് രാത്രി ഒരു ഓഫർ തന്നെന്നല്ല പറഞ്ഞത്, ഒരു നിയമനം തന്നോ, അപ്പോയിന്റ് ചെയ്തു. ഇന്ന് രാത്രി കാല തിരിച്ചറിഞ്ഞിട്ട് അവൻ എനിക്കൊരു ഉടുപ്പ് തയ്പ്പിച്ചു തന്നാൽ അതിനകത്തൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്, അതിനകത്തൊരു ഡിഗ്നിറ്റി ഉണ്ട്. ഇന്ന് രാത്രി ദൈവം നിനക്കൊരു വസ്ത്രം തരിക. ടു ഹാവ് എ റെപ്യൂട്ടേഷൻ, ടു ഹാവ് എ ഡിഗ്നിറ്റി. നിനക്കൊരു പേരുണ്ടാകണം, നിനക്കൊരു അന്തസ് ഉണ്ടാകണം, നിനക്കൊരു മാന്യത ഉണ്ടാകണം. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ മോശേ നമ്മുടെ അഹരോനൊരു ഉടുപ്പുണ്ടാക്കി കൊടുക്കണം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ദൈവ ഈ 2024 ഒരു ഉടുപ്പുണ്ടാക്കാൻ പോവുകയാ. എനിക്ക് വേണ്ടി ദൈവം ഒരു ഉടുപ്പുണ്ടാക്കാൻ പോവുകയാ. എൻ്റെ ദൈവം എന്നെ മാനിക്കാൻ പോവുകയാ. എൻ്റെ ദൈവം എന്നെ മനോഹരനാക്കാൻ പോവുകയാ. പുസ്തകങ്ങളെ അടക്കിയാട്ടെ, വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞാട്ട്, പുസ്തകങ്ങളെ മടക്കിയാട്ട്, കരമടിച്ച് പാടാൻ ഒരുങ്ങിയാട്ട്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാനൊരു പോഷനായി തോന്നിയേക്കാം, പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാനൊരു ശ്രേഷ്ഠനാ. 2550 ഇന്ന് രാത്രി കണ്ണുകളെ അടച്ച് കരമടിച്ച് വേഗത്തിൽ പാടിയാട്ടെ.
ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. മനുഷ്യനിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. മനുഷ്യനിൽ ആശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിൽ ആശ്രയമോ അത് ഒന്നാണ് എനിക്കഭയോ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സീയോൻ യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല. ഒന്നിനെ കുറിച്ചിനിയോ എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാകുന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ജീവമന്നാകുന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സീയോൻ യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൽ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ലോകത്തിൽ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സീയോൻ യാത്രയാതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. Praise the Lord. ഇന്ന് സന്ധ്യാസമയം ദൈവം നമ്മളോട് വ്യക്തമായി സംസാരിച്ചു. ഇന്ന് പകൽ സമയവും അനുഗ്രഹപ്പെട്ട ദൂതുകൾ ദൈവം നമുക്ക് കൈമാറി. ദൈവഹിതമാണെങ്കിൽ നാളെ പകൽ സമയം നമുക്ക് വാസപ്രാർത്ഥന സെഷൻ പ്രിയ സജി വർഗീസ് ബ്രദറുടെ ഭവനത്തിൽ 9 മണിക്ക് 9:30 ദൈവമക്കൾ ജോയിൻ ചെയ്യണം. ദൈവനാമത്തിൽ നാളെ വൈകുന്നേരം 8 മണിക്ക് ഈ ഹോളിൽ നമ്മൾ വാസപ്രാർത്ഥനയുടെ അവസാനത്തെ സെഷൻ നടക്കുന്നു. അതുകൊണ്ട് ദൈവമക്കൾ ഓടി കടന്നു വരണം. 7:45 നമുക്ക് ഈ ഹോൾ ലഭിക്കുന്നു. സ്തോത്രം. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ച് നാളത്തെ സെഷൻ നിങ്ങൾ ജോയിൻ ചെയ്യണം. സ്തോത്രം. ദൈവം സ്പെഷ്യലായി ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുന്നു. ഈ സബ്ജക്ട് കണ്ടിന്യൂഷൻ ആണല്ലോ. സ്തോത്രം. ദൈവം നമുക്കൊരു വസ്ത്രം നൽകുന്നു. ഒരു ഓഫീസിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു.
ലോകപ്രകാരം ഒരു ഓഫീസല്ല, സ്വർഗം നമ്മളെ അധികാരം നൽകി വെക്കുന്ന ഒരു ഓഫീസുണ്ട് ദൈവമക്കളെ. കിങ്ഡം ഓഫ് ഗോഡിന്റെ ഓഫീസിന്റെ ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. ദൈവം അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മളെ ചോയ്സ് അല്ല, ദൈവം അപ്പോയിന്റ് ചെയ്യുന്നത്. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന വിഷയമുണ്ട്. നമ്മുടെ OIG-യിലുള്ള ജനറൽ മാനേജർ കഴിഞ്ഞ ഒരു ചില മാസങ്ങൾ മുമ്പ് ഹല്ലേലൂയ നമ്മുടെ സഭായത്തെ നടുവിൽ വന്നായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. GMന്റെ വൈഫ് സീരിയസ് കണ്ടീഷനിലായിരിക്കുന്നു, ക്യാൻസറിൽ ഭാരപ്പെടുന്നു. ആ വിഷയം കൂടെ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. കണ്ണുകൾ അടയ്ക്കാം, ദൈവമക്കൾ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കൾ പ്രാർത്ഥിച്ചേ. ഇന്ന് ദൈവദാസൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കണം, പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കണം. This is just a training prayer time. Hallelujah. ഈ യോഗങ്ങൾ, ഈ വാസ പ്രാർത്ഥന നിങ്ങൾക്ക് ഒരു അവസരം നൽകുക, സ്റ്റാർട്ട് ചെയ്യുവാൻ, ഇഗ്നൈറ്റ് ചെയ്യുവാൻ, സ്പാർക്ക് നൽകുവാൻ മാത്രമായത്. ഇത് നിങ്ങൾ ഭവനത്തിലേക്ക് കൊണ്ടുപോകണം, ഇത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് കൈമാറണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ ഒരു സ്പാർക്ക്. യെസ്, ഹല്ലേലൂയ. ചേർന്ന് പ്രാർത്ഥിച്ചേ. ഇവിടെ ആയിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, let's pray. Hallelujah. Together in the name of Jesus. കർത്താവേ, oh we are coming to your presence Lord. അങ്ങനെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തേ. ഓ ഹല്ലേലൂയ. യെബേസ് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ദൈവം യെബേസിന്റെ ജീവിതം കൊണ്ട്, ഹല്ലേലൂയ, ലൈഫ് കൊണ്ട് അവിടെ ചരിത്രം കഴിഞ്ഞില്ല. അടുത്ത തലമുറയില ഹല്ലേലൂയ പട്ടണം തന്നെ യെബേസിന്റെ പേരിൽ അറിയുവാൻ. ഓ ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഇന്നും പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ നമ്മുടെ ലൈഫ് ചരിത്രം മാറുന്ന വിധത്തിൽ നമ്മുടെ തലമുറ ജീവിതത്തിൽ ദൈവം അത് മാറ്റിയെടുക്കും. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കും. പ്രിയ ജിൻസ് ബ്രദർ, ചുരുക്കമായി ഈ സമയത്ത് പ്രാർത്ഥിക്കും. സമയം സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അങ്ങ് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ രാത്രികാലം കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വചനത്തിലൂടെ സംസാരിപ്പാൻ കർത്താവ് ഞങ്ങളുടെ ദാസനെ ശക്തീകരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകി തരുന്ന എല്ലാ വസ്ത്രങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അഹരോന് കർത്താവെ ഒരു വസ്ത്രം ഒരുക്കി കൊടുത്ത പോലെ കർത്താവെ, അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുന്ന വസ്ത്രങ്ങളെ ധരിച്ച് കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ കർത്താവെ ആയി തീരുവാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, രാത്രികാലം കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ഒരിക്കൽ കൂടി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉപാസത്തിലായിരിക്കുന്ന ദേവദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, ശക്തീകരിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ കർത്താവ്, ഈ രാത്രികാലം കർത്താവ് ഞങ്ങളിപ്പോൾ പിരിയുന്നു കർത്താവെ. ഞങ്ങളുടെ വഴിയാത്രയിലെല്ലാം ദൈവിക സാന്നിധ്യം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരും ദിവസത്തിൽ നടക്കുന്ന എല്ലാ മീറ്റിങ്ങളെയും കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. എല്ലാ മീറ്റിങ്ങളെയും കർത്താവ് അങ്ങ് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ സലോഷിയപ്പന്റെ കരങ്ങളിലേക്ക് താഴ്ച സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുനാം തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹവും നമ്മളോട് കൂടെയും വരും ദിവസങ്ങൾ നടക്കുന്ന ഓരോ ഉപവാസ പ്രാർത്ഥന സെഷൻ കൂടി കർത്താവിന്റെ മടങ്ങി വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചേർന്ന് അത് കർത്താവിന്റെ കരങ്ങളിലെത്തി സ്തോത്രം പാടാം. Praise the Lord. God bless all of you. Good night. നാളെ വൈകുന്നേരം ഈ ഹാളിൽ തന്നെ 8 മണിക്ക്. Praise the Lord. God bless. യേശുവിൻ നാമത്തിനാൽ അസാധ്യമേ വഴി മാറുക മാറുക. യേശുവിൻ നാമത്തിനാൽ മരുഭൂമിയെ നീ മലർവാടിയാകാം. യേശുവിൻ നാമത്തിനാൽ മരുഭൂമിയെ നീ മലർവാടിയാകാം. യേശുവിൻ നാമത്തിനാൽ അസാധ്യമേ വഴി മാറുക മാറുക. യേശുവിൻ നാമത്തിനാൽ ഹല്ലേലൂയ. അസാധ്യമേ വഴി മാറുക മാറുക. യേശുവിൻ നാമത്തിനാൽ രോഗശക്തികളെ വിട്ടുപോയിടുക. യേശുവിൻ നാമത്തിനാൽ രോഗശക്തികളെ വിട്ടുപോയിടുക. യേശുവിൻ നാമത്തിനാൽ അസാധ്യമേ വഴി മാറുക മാറുക. യേശുവിൻ നാമത്തിനാൽ അസാധ്യമേ